സാധാരണ വിദ്യാർത്ഥികൾ അസാധാരണ സാധ്യതകൾ കണ്ടെത്തുന്ന SB കോളേജ്, സ്വപ്നങ്ങൾക്ക് ചിറവ് കൊടുത്ത് സ്ത്രീ ശക്തിയെ ലോകത്തിനു മുമ്പിൽ ഉയർത്തുന്ന അസംഷൻ കോളേജ്, ഈ രണ്ട് കോളേജിലെയും പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ യാത്രയുടെ പുതിയ തുടക്കം. UAE-യിലെ വിവിധ എമിറേറ്റുകളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായം കോളേജിൽ ചെലവഴിച്ച ആ മനോഹരമായ വർഷങ്ങള് ഹൃദയത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഏതൊക്കെ ഉയരങ്ങളിൽ നിന്നാലും നമ്മുടെ സ്വപ്നങ്ങൾക്ക് ആദ്യം രൂപം കിട്ടിയ സ്ഥലം, നമ്മുടെ ആത്മവിശ്വാസത്തിന് ആദ്യം ശബ്ദം ലഭിച്ച സ്ഥലം, നമ്മെ വളർത്തിയ അധ്യാപകരുടെ മുഖം, നമ്മുടെ സുഹൃത്തുക്കളുടെ ഹൃദയസ്പർശിയായ ഓരോ ഓർമ്മകളും ഹൃദയത്തിന്റെ കോണില് മായാത്ത ഓർമ്മകളായി നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഈ സംഗമം ഒരു സാധാരണ സംഗമമല്ല, ഇത് ഹൃദയങ്ങളുടെ തിരിച്ചുവരവാണ്. ഈ സംഗമത്തിന് തിരിതെളിക്കുവാൻ നമ്മൾ തിരഞ്ഞെടുത്ത ദിവസത്തിനും ഒരു മഹത്വമുണ്ട്. December 2nd, 54th നാഷണൽ ഡേ ഓഫ് UAE. അതെ, UAE പിറന്ന അതേ ദിവസം UAE-യിലെ നമ്മുടെ അലുമിനിയും പിറക്കുന്നു. UAE ഇന്ന് പടർന്നു പന്തലിച്ച് ലോകത്തിന് മുമ്പിൽ മാതൃകയായതുപോലെ നമുക്കും ഇതൊരു മാതൃകയാക്കാം. Let us stand in attention for the UAE national anthem to show our respect towards this country. തിരിതെളിച്ച് നമുക്ക് മാർഗദർശനം നൽകുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ഹിസ് ഗ്രേസ് മാർ തോമസ് തറയിൽ പിതാവിനെ നമുക്ക് കൈയടിച്ച് ഏറ്റവും ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ചങ്ങനാശ്ശേരി പ്രവാസി അപ്പോസ്തലേറ്റ് ഡയറക്ടർ റവറൻ ഫാദർ ടെജി പൊതുവെട്ടിക്കൽ അച്ഛൻ, അസിസ്റ്റന്റ് ഡയറക്ടർ അതുപോലെ SB കോളേജിന്റെ പ്രിൻസിപ്പളായും വൈസ് പ്രിൻസിപ്പളുമായും ഏറെക്കാലം സേവനമനുഷ്ഠിച്ച റവറൻ ഡോക്ടർ ടോം കുന്നുംപുറച്ചൻ, കൈയടിച്ച് നമുക്ക് ഏറ്റവും ആദരവോടെ വിശിഷ്ടാതിഥികളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ചങ്ങനാശ്ശേരി പ്രവാസി അപ്പോസ്തലേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിജോ മാറാട്ടുകളം, അതുപോലെ ഇന്ന് നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ IPS ഓഫീസർ കാക്കിക്കുള്ളിലെ കലാഹൃദയം ടോമിൻ തച്ചൻ സാറിനെ നമുക്ക് ഈ വേദിയിലേക്ക്
ആദരവോടെ സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടി. അക്കാഫ് സെക്രട്ടറി മിസ്റ്റർ ഷൈൻ ചന്ദ്രസേനൻ, SB Assumption UAE Chapter President Mr. Bensi Verghese, please come to the stage. Vice President Mrs. Manju Thompson, നമ്മുടെ ഈ പുതിയ ചുവടുവയ്പ്പിന് എല്ലാ സപ്പോർട്ടും നൽകി നമ്മെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനേക മഹത് വ്യക്തിത്വങ്ങളുണ്ട്. നമ്മുടെ 2 കോളേജുകളുടെയും മാനേജറായ റവറൻ ഡോക്ടർ ആന്റണി ഏത്തക്കാട്, SB കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ടെഡി കാഞ്ഞപ്പറമ്പിൽ, അസംഷൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റാണി മരിയ തോമസ് എന്നിവർ ഇവിടെ സന്നിഹിതരല്ലെങ്കിലും അവരുടെ ആത്മീയ സാന്നിധ്യത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു. അവരുടെ പ്രാർത്ഥന ആശംസകൾ നമുക്ക് ശക്തിയും പ്രചോദനവുമേകുന്നു. ഏത് നല്ല തുടക്കത്തിനും ഒരാശീർവാദം ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനാ ഗാനത്തോടെ നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനത്തിനായി ടീമിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ വേദിയെ ഭക്തിസാന്ദ്രമാക്കിയ ദൈവാനുഭവത്താൽ നിറച്ച ഫയർ ടീമിന് ദൈവനാമത്തിൽ നമുക്ക് നന്ദി പറയാം. അടുത്തത് വെൽക്കം സ്പീച്ചിനായിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് മിസ്സസ് മഞ്ജു തോമസിനെ ക്ഷണിക്കുന്നു. അഭിവന്ദനായ മാർ തോമസ് തറയിൽ പിതാവേ,
ബഹുമാന്യരായ വൈദികരെ, അക്കാഫിൻ്റെ പ്രതിനിധികളെ, SB അസംഷൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെ, കുടുംബാംഗങ്ങളെ, ഒത്തിരിയേറെ അഭിമാനത്തോടെയും അതിലുപരിയായി വൈകാരികമായ സന്തോഷത്തോടെയാണ് നാം എല്ലാവരും ഇന്ന് ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. UAE ആദ്യകാല അലുമിനികളിലൊന്നായ SB കോളേജ് അലുമിനി അസംഷൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും കൂടെ കൂട്ടിച്ചേർത്ത് SB അസംഷൻ അലുമിനി ഇന്നിവിടെ പുനർപ്രവർത്തനം ആരംഭിക്കുകയാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങളുടെ വിലയേറിയ സമയം അപഹരിക്കാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ ചരിത്ര നിമിഷത്തിൽ നമ്മോടൊപ്പം പങ്കുചേരുകയും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും SB കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും നമ്മുടെ രണ്ട് മഹത്തായ കോളേജുകളിലെ SB കോളേജ് ആൻഡ് അസംഷൻ കോളേജിൻ്റെ പാർട്ട്ണറുമായ അഭിമന്യമ്മ തോമസ് തറയിൽ പിതാവിനെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന SB കോളേജിലെയും അസംഷൻ കോളേജിലെയും എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പേരിൽ ഒത്തിരി ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രവാസി അപ്പസ്തോലേറ്റിന്റെ ഡയറക്ടറും പ്രശസ്തമായ പാറയിൽ ദേവാലയത്തിന്റെ പുനർനിർമ്മാണ ചുമതലക്കാരനുമായ നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട റവറൻ ഫാദർ ടെറ്റി പുതുവീട്ടിക്കളം അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. SB കോളേജിന്റെ മുൻ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട റവറൻ ഡോക്ടർ ടോം കുന്നുംപുറം അച്ഛൻ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അച്ഛനെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പേരിൽ ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കുട്ടികളും മുതിർന്നവരും യുവാക്കളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്തോലേറ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ജിജോ മാറാട്ടോള അച്ഛനെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. SB കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും നമ്മുടെ ബഹുമാനപ്പെട്ട IPS ഓഫീസറുമായിരുന്ന ടോമിൻ ജയത്തച്ചങ്കരിയെ ഒത്തിരി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അക്കാഫിന്റെ എല്ലാ പ്രതിനിധികളെയും നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ അധ്യക്ഷത വഹിക്കുന്ന SB ആൻഡ് അസംഷൻ കോളേജ് അലുമിനിയുടെ പ്രസിഡന്റ് ശ്രീ ബെൻസി വർഗീസിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. SB ആൻഡ് അസംഷൻ അലുമിനിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ മാത്യു മാമ്മൂട്ടിൽ, ട്രഷറർ ശ്രീ ജോസഫ് കളത്തിൽ, വൈസ് പ്രസിഡന്റ് ശ്രീ സജിത്, സെക്രട്ടറി ശ്രീമതി ലിജി ബിനു, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ബെസ്റ്റി ജെയിംസ് എന്നിവരെയും എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പുനരുജ്ജീവനത്തിനായി കഠിനാധ്വാനം ചെയ്ത SB ആൻഡ് അസംഷൻ അലുമിനിയുടെ അഡ്വൈസറും അക്കാഫ് പ്രതിനിധിയും സീനോസ് ലൈവിന്റെ ചീഫ് എഡിറ്ററുമായ ശ്രീ ജോ കാവാലം, അലുമിനി അഡ്വൈസറും കത്തോലിക്ക കോൺഗ്രസ് UAE പ്രസിഡന്റുമായ ശ്രീ ബിജു ഡൊമിനിക് എന്നിവരെയും ഈ സുമധുര നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രണ്ട് കോളേജുകളുടെയും മാനേജറായ റവറൻ ഡോക്ടർ ആന്റണി ഏത്തക്കാട്ടച്ചൻ, SB കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ടെനി കാഞ്ഞപ്പറമ്പിലച്ചൻ, അസംഷൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റാണി മരിയ തോമസ് എന്നിവരും ഇവിടെ സന്നിഹിതരല്ലെങ്കിലും അവരുടെ ആത്മീയ മാനസികമായ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരേക്കും ഞങ്ങൾ എല്ലാവരും സ്വാഗതം ആശംസിക്കുന്നു.
ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ കരുത്തും ഭംഗിയും. ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട അലുമിനി അംഗങ്ങളാണ്. വിവിധ കാലഘട്ടങ്ങളിൽ SP കോളേജിൻ്റെയും അസംഷൻ കോളേജിൻ്റെയും ക്യാമ്പസുകളിൽ പൂമ്പാറ്റകളെ പോലെ പാറിപ്പറന്ന് നടന്നവർ. ജീവിതം കരിപ്പിടിപ്പിക്കുവാൻ പ്രവാസത്തിന്റെ വിഹാരത്തിലേക്ക് പറന്നുയർന്നെങ്കിലും ഇന്നും തങ്ങൾക്ക് അറിവും കഴിവും നൽകിയ കോളേജുകളെ മറക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് നിങ്ങളെ ഓരോരുത്തരുടെയും സാന്നിധ്യം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഒത്തിരി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മനോഹരമായ സ്വാഗത പ്രസംഗത്തിന് നന്ദി. അടുത്തത് നമ്മുടെ വൈസ് പ്രസിഡന്റ് മഞ്ജു തോമസിന് ബൊക്ക കൊടുത്ത് സ്വീകരിക്കാനായിട്ട് മിസ്റ്റർ ബിജു. അടുത്തതായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മാർ തോമസ് തറയിൽ പിതാവിനെ പൊന്നാട അണിയിക്കുന്ന ചടങ്ങാണ്. പിതാവിനെ പൊന്നാട അണിയിക്കുവാൻ മിസ്റ്റർ ജോസഫ് കളത്തിലിനെ ക്ഷണിക്കുന്നു. അതുപോലെ പൊന്നാട സ്വീകരിക്കുവാൻ പിതാവിനെ. പൊന്നാട സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും സ്വീകരണത്തിൻ്റെയും പ്രതീകമാണ്. നമ്മുടെ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്ന മനോഹര നിമിഷത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായിട്ട് നമ്മുടെ അലുമിനി പ്രസിഡന്റ് മിസ്റ്റർ ബെൻസി വർഗീസിനെ ക്ഷണിക്കുന്നു. അഭിമന്യ ബഹുമാനായ തോമസ് തറയിൽ പിതാവേ, പ്രിയ ബഹുമാനപ്പെട്ട ടെജി അച്ച, ടോം കുന്നംപുറം അച്ച, പ്രിയ IPS ഓഫീസർ, SP അലുമിനിയുടെ ശക്തനായ വക്താവ് എന്നുമായിരുന്ന നമ്മുടെ ടോമിൻ തച്ചങ്കേരി IPS, അസംഷൻ കോളേജിൻ്റെ പ്രതികരിക്കുന്ന നമ്മുടെ SP അസംഷൻ അലുമിനിയുടെ വൈസ് പ്രസിഡന്റ് മഞ്ജു, അതുപോലെ ഈ വേദിയിൽ ഭൂഷയായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട ടിജു അച്ച, ഈ വേദിയിലും മുന്നിലും ഭൂഷയായിരിക്കുന്ന എല്ലാ അലുമിനി അംഗങ്ങളെ, വിശിഷ്ട വ്യക്തികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇവിടെ വന്നതിൻ്റെ പേരിൽ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ പേരിൽ UAE നാഷണൽ ഡേയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ ഈ സമ്മേളനത്തിലേക്ക് ഓൾറെഡി സ്വാഗതം ചെയ്ത് കഴിഞ്ഞു. നമസ്കാരം. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ നമ്മൾ എല്ലാവരും കൂടിയിരിക്കുമ്പോൾ ഇന്നിപ്പോൾ അവധിയൊക്കെയാണ്, ഒത്തിരി പ്രോഗ്രാംസ് പലയിടത്തൊക്കെ നടക്കുന്നതുകൊണ്ട് പൊതുവെ ആളുകൾ കുറവാണ്. എങ്കിലും ഇവിടെ കടന്നു വന്നവരുടെ ഉള്ളിൽ ഒരു നൊസ്റ്റാൾജിയ ഫീലിങ്സ് ഉണ്ടെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ SP കോളേജ് അസംഷൻ കോളേജ് ഇന്നിപ്പം ലോകം മുഴുവൻ അല്ലെങ്കിൽ ഗ്രീൻ വേൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ലോകം മുഴുവൻ അങ്ങനെയുള്ള ഗ്രീനറിയെ, ലോകത്തിലെ എന്താ പറയുന്ന ആഗോള താപമാനമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഗ്രീനറി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മുടെ കോളേജിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 100 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച SP കോളേജ്, അല്ലെങ്കിൽ 75 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച അസംഷൻ കോളേജ് കടന്നു ചെന്നാൽ അന്ന് തന്നെ ഈ ഗ്രീനറിയും എക്കോസിസ്റ്റം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ പരിപാലിച്ച് മരങ്ങളും അതുപോലെ തന്നെ സൈക്കിൾ സ്റ്റാൻഡുകൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അന്ന് തന്നെ ഒരു വിഷനോട് കൂടി നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി ഒരുക്കി തന്നത്. ഇന്നാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് പുതിയ ഡെവലപ്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്നത്. അതിന് വർഷങ്ങൾക്ക് മുമ്പ്, 100 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ അതൊക്കെ സ്ഥാപിച്ച് നമുക്ക് പഠിക്കാനായിട്ട് ഭാഗ്യം തന്ന ഒരു കലാലയ മുത്തശ്ശിമാരുടെ, 2 കലാലയ മുത്തശ്ശിമാരുടെ അങ്കണത്തിൽ പഠിച്ചു വളർന്നവരാണ് നമ്മളെന്ന് പറയുമ്പോൾ തീർച്ചയായും പ്രിയപ്പെട്ടവരെ നമുക്ക് അഭിമാനിക്കാതെ തരമില്ല. കാരണം ഇന്ന് ലോകം അന്ന് നമ്മളെ കാണിച്ചെന്ന വഴിയിലൂടെ വീണ്ടും സഞ്ചരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് എനിക്കുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ഇത്രയും ബുദ്ധിമുട്ടായിട്ടും നമ്മളൊക്കെ ഇവിടെ എത്തിച്ചേർന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സമ്മേളനം, നമ്മൾ ഈ റീയൂണിയൻ നമ്മളിവിടെ പ്ലാൻ ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട ആനടിയത്തൊക്കെ അടച്ച് നമ്മുടെ വികാർ ജനറൽ ഈ 2 കോളേജുകളുടെയും മാനേജർ അച്ഛൻ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ബഹുമാനപ്പെട്ട പിതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ പിതാവ് ഒരു കാര്യം ചെയ്യുമ്പോൾ, നമ്മുടെ തറൽ പിതാവിൻ്റെ ഒരു 3-4 മാസം മുമ്പുള്ള ഒരു ടോക്ക് ഞാൻ കേൾക്കാനിടയായി. അന്ന് അദ്ദേഹം വളരെ വേദനയോട് പങ്കുവച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിലെ യുവജനങ്ങളെ പറ്റി, നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളെ പറ്റി എല്ലാവരും എങ്ങനെയെങ്കിലും +2 പാസ്സാവാൻ നിൽക്കുന്നു, ജർമ്മനിലേക്ക് US വണ്ടി കയറാൻ നിൽക്കുകയാണ്, അതിന് നമ്മൾ ലോൺ എടുക്കുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വേദന പങ്കുവച്ചു. കേരളത്തിലെ യുവജനങ്ങളെ, വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം തേടി യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന പോലെ കേരളത്തിലുണ്ടാകുന്ന സാമൂഹിക സാമ്പത്തിക അധപ്പതനത്തെ പറ്റി അദ്ദേഹം പറഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്തു.
പക്ഷെ കുറെ പേര് പറഞ്ഞു അദ്ദേഹം കത്തോലിക്ക സഭയിൽ അംഗങ്ങൾ കുറവായതുകൊണ്ട് പറയുന്നതാണ് പറഞ്ഞവരുണ്ട്. പക്ഷെ എന്താണെങ്കിലും കഴിഞ്ഞ 2-3 മാസക്കാലമായിട്ട് നമ്മൾ മീഡിയകളിലൂടെയൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം യഥാർത്ഥമായി തീരുക ചെയ്യുന്നത്. കാരണം നമുക്ക് കാനഡയിൽ, ഓസ്ട്രേലിയയിൽ, US-ലൊക്കെ നമ്മുടെ പഠിക്കാൻ പോയ വിദ്യാർത്ഥികൾ ചികിത്സ കിട്ടാതെ മരിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. നല്ലൊരു ആശ്വാസം കിട്ടാതെ, സ്വാതന്ത്ര്യം കിട്ടാതെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയിരിക്കുന്നു. എന്തിന് വിദ്യാർത്ഥികളെ വരെ കൊല ചെയ്ത സംഭവങ്ങൾ വരെ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ നാടുകളിലും ഒക്കെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അക്കാഫിന്റെ ബഹുമാനായ ജനറൽ സെക്രട്ടറി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം, അദ്ദേഹം കാലഘട്ടത്തിന്റെ പ്രവാചകനാണെന്ന് പറയുന്നത് കത്തോലിക്ക സഭ മാത്രമല്ല, കേരളത്തിലെ ചെറുപ്പക്കാരും യുവജനങ്ങളും പറഞ്ഞതിന്റെ ഒരു കാരണം അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് അവിടെയാണ് SP കോളേജ്, അസംഷൻ കോളേജ് എന്ന് പറയുന്ന ആ കലാലയ മുത്തശ്ശിമാർക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ളത്. കാരണം ഇന്ന് ലോകമാകമനം വിദ്യാഭ്യാസത്തിന്റെ രീതി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അക്കാഡമിക് കരിക്കുലം കംപ്ലീറ്റ്ലി ചേഞ്ചിങ് ഇന്റർനാഷണലി. നമുക്കറിയാം, നമ്മൾ പഠിച്ച വിദ്യാഭ്യാസ രീതികളല്ല ഇന്ന്. ഈ AI കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിന്റെ കൺസെപ്റ്റ് തന്നെ മാറിയിരിക്കുകയാണ്, അക്കാഡമിക് നിലവാരം തന്നെ മാറിയിരിക്കുകയാണ്. അപ്പോൾ പുതിയ കൺസെപ്റ്റുകൾ, പുതിയ വിദ്യാഭ്യാസ രീതികൾ നമ്മൾ നമ്മുടെ വരും തലമുറയ്ക്ക് കൊടുത്താൽ മാത്രമേ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും സാമൂഹ്യ സമ്പത്തായി മാറി അവിടെ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു വിഷൻ പിതാവിനുള്ളത് കൊണ്ട് ആ ഒരു വിഷനോടുകൂടിയാണ് ഈ SP അസംഷൻ അലൂമിനിയെ പുനഃസംഘടിപ്പിക്കുന്ന പിതാവിൻ്റെ ദീർഘവീക്ഷണവും അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ഇവിടെ ഈ സമ്മേളനത്തിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഉറപ്പിക്കാം, നമ്മുടെ ഈ കോളേജ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പ്രഗത്ഭ നദികളെ നമുക്ക് സംഭാവന ചെയ്യാൻ ഈ കോളേജ് കഴിഞ്ഞിട്ടുണ്ട്, ഈ കോളേജുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഈ അക്കാഡമിക് വിപ്ലവം നടക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ, ലോകമാകലം വിദ്യാഭ്യാസ വിപ്ലവം തുടക്കം കുറിക്കുന്ന ഈ കാലഘട്ടത്തിൽ കലാലയ മുത്തശ്ശിമാരായ ഇവർക്ക് 100 വർഷവും 75 വർഷവും പൂർത്തിയായ ഈ 2 കോളേജുകൾക്കും ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ലോകത്തിന് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ടുണ്ട്. അതിനുള്ള വിശാലമായ പദ്ധതികൾ പിതാവിൻ്റെയും മാനേജ്മെന്റിന്റെയും കൈകളിലുണ്ട്. അത് അവർ എക്സിക്യൂട്ട് ചെയ്യുക. പുതിയ കോഴ്സുകളായിട്ട്, പുതിയ അക്കാഡമിക് മികവ് കണ്ടെത്തുന്ന പുതിയ AI ടെക്നോളജികളായിട്ട് ഒക്കെ പുതിയ പദ്ധതികൾ അവർ ആവിഷ്കരിച്ച് ചെയ്യും. അപ്പോൾ അവരത് ആവിഷ്കരിക്കുമ്പോൾ പ്രവാസികളായ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വന്തം കലാലയ മുത്തശ്ശിമാരെ, നമ്മുടെ അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ കലാലയത്തെ നമ്മൾ സ്നേഹിക്കണം. ആ ഒരു സ്നേഹം നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ആ കോളേജുകൾ നടത്തുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങളും, എല്ലാവിധ അക്കാഡമിക് റിനോവേഷനും അല്ലെങ്കിൽ ആ റിഫോംസിനും നമ്മുടേതായുള്ള സംഭാവന ചെയ്യേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കത്ത്. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, വരും തലമുറയ്ക്ക് കേരള സമൂഹത്തിനൊന്നാകെ അതൊരു ഉപകാരപ്രദമായി തീരും. അപ്പോൾ തീർച്ചയായിട്ടും പിതാവേ, അങ്ങയുടെ വീക്ഷണത്തിന്, അങ്ങയുടെ പ്രവർത്തനത്തിന് ഞങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾ എല്ലാവരുടെയും പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു. SP അസംഷൻ കോളേജുകളെ നമുക്ക് പണ്ട് നമ്മളൊക്കെ ഡിഗ്രി പഠിച്ചിരുന്ന കാലത്ത് കോളേജിൽ ജീവനുണ്ടായിരുന്നു. അതിനുശേഷം ജീവനൊക്കെ കുറച്ച് നഷ്ടപ്പെട്ടു. പിന്നീട് അസംഷൻ കോളേജ് കുറെ സ്പോർട്സ്, ഫാഷൻ, ടെക്നോളജി ഒക്കെ ആയിട്ട് തിരിച്ചു പിടിച്ചു. SP കോളേജ് MBA ആയിട്ട് തിരിച്ചു പിടിച്ചു. പക്ഷെ പോരാ, ഇനി നമുക്ക് പഴയ ഒരു കാലഘട്ടത്തിലേക്ക്, ഞങ്ങളുടെയൊക്കെ ഡിഗ്രി പഠിക്കുന്ന ഒരു 1990 കാലഘട്ടത്തിലുണ്ടായിരുന്ന കോളേജിന്റെ ഒരു ഒരു ജീവൻ അത് തിരിച്ചു കിട്ടാനായിട്ട് നിങ്ങളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും ഈ അലുമിനി അസോസിയേഷന്റെ എല്ലാവരും പിന്തുണയും വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ നമുക്കറിയാം ഉമ്മൻചാണ്ടി, നമുക്കറിയാം ശരീരനായ പ്രിയങ്കരനായിരുന്ന ഉമ്മൻചാണ്ടി, PJ ജോസഫ് SP കോളേജിലെ സന്ധികളായ രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു. നമുക്കറിയാം കലാരംഗത്തേക്ക് പ്രേം നസീർ SP കോളേജിലെ സംഭാവനയായിരുന്നു. വീര ജാസ്മിൻ അസംഷൻ കോളേജിലെ സംഭാവനയായിരുന്നു. അതുപോലെ നമുക്കറിയാം കുഞ്ചാക്കോ ബോബൻ കലാരംഗത്ത് SP കോളേജിന്റെ സംഭാവനയായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം കായിക രംഗം തുടങ്ങിയതിനു ശേഷം അസംഷൻ കോളേജ് ചിത്ര K. സോമൻ, ഗീത, അന്ന ജോസ്, OP ജയ്ഷ തുടങ്ങിയ അത്ലറ്റിക് ഒളിമ്പ്യൻ ടീമിൽ വരെ പങ്കെടുത്ത സ്പോർട്സ് താരങ്ങളെ അസംഷൻ കോളേജിൽ സംഭാവന ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി നമ്മുടെ അക്കാഡമിക് രംഗത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഔദ്യോഗിക രംഗത്ത് കടന്നു വരികയാണെങ്കിൽ രാജീവ് നാരായണ സ്വാമി, CB മാത്യു, ഡോക്ടർ B. പാൽ എന്നിവ നമ്മുടെ ഈ സ്റ്റേജിലിരിക്കുന്ന വളരെ പ്രസിദ്ധനായ ടോമിന്റെ തച്ചങ്കീരവർ വരെ സംഭാവന ചെയ്യുവാൻ SP കോളേജിൽ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമുക്കറിയാം കേരള കത്തോലിക്ക സഭയുടെ ആത്മീയ ആചാര്യന്മാര്, അഭിമന്യനായ ജോർജ് ആലഞ്ചേരി പിതാവ് മുതൽ
നമ്മുടെ സുശീലനായ സഭാരത്നമായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ പിതാവ് തുടങ്ങി എന്നിവിടെ ഇരിക്കുന്ന തോമസ് തായി പിതാവിൽ അവസാനിക്കുന്നില്ല. ഇന്ന് അടുത്ത ഒരു കർദിനാളുള്ള ജോർജ് യുഗോക്കാട്ടൻ, അദ്ദേഹവും എസ് പി കോളേജ് ജോർജ് യുഗോക്കാട്ട് കർദിനാൾ പിതാവ്, അദ്ദേഹവും എസ് പി കോളേജ്. അങ്ങനെ ആധ്യാത്മിക രംഗത്ത്, സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, കലാരംഗത്ത്, കായിക രംഗത്ത് നമ്മുടെ കോളേജിലെ മഹാരഥന്മാര് കടന്നുപോയ വഴികളിലൂടെ നമുക്ക് നമ്മുടെ തലമുറയെ സഞ്ചരിപ്പിക്കണം. അതിനുവേണ്ടി നമ്മളാലാവുന്ന രീതി എണ്ണാങ്കുഞ്ഞൻ തനലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രവാസികളായ നമുക്ക് ഇവിടെ കടന്നു വന്നിരിക്കുന്ന UAE-യിലെ SB-യിലെയും അസംഷൻ കോളേജിലെയും പൂർവ്വ വിദ്യാർത്ഥികളെന്ന ലേബലുള്ള നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഇത്രയുമെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആ കലാലയങ്ങളോട് കാണിക്കുന്ന ഒരു തെറ്റായിരിക്കും പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പിന്തുണ ഈ കോളേജിന്റെ 2 കോളേജുകളുടെയും മുന്നിലുള്ള പ്രവർത്തനങ്ങളിൽ, അവരുടെ അക്കാഡമിക് രംഗങ്ങളിൽ, അവരുടെ മറ്റുള്ള കോർഡിനേഷനിൽ, എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ സപ്പോർട്ടും സഹകരണവും നമ്മളെല്ലാവരും സ്നേഹം അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സന്ധ്യയിൽ ഇവിടെ കടന്നു നിങ്ങളെല്ലാവരെയും അലുമിനി അസോസിയേഷന്റെ പേരിൽ ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുന്നു. താങ്ക് യു. Thank you, Mr. Bensi Verghese. Definitely it will be helpful for the growth and future of our new launch. Next, let us invite His Grace Mar Thomas Tarai for the inaugural address. അലുമിനി അസോസിയേഷൻ്റെ പ്രസിഡന്റ് പ്രിയങ്കരനായ ബെൻസി വർഗീസ്, പ്രവാസി അപ്പോസ്റ്റലേറ്റിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ടിജി അച്ഛൻ, SB കോളേജ് മുൻ പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ടോം കുന്നുംപുറം, പ്രിയപ്പെട്ട ജിജോ അച്ഛൻ, അക്കാഫ് സെക്രട്ടറി ഷൈൻ ചന്ദ്രശേഖർ, സജിത് ഗോപി, ബെറ്റി ജെയിംസ്, മാത്യു മാമൂട്ടിൽ, ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ അതിഥി ശ്രീ ടോമിൻ ജെ തച്ചങ്കരി IPS, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആദ്യമായിട്ട് തന്നെ വളരെ പെട്ടെന്ന് വിളിച്ചുകൂട്ടിയ ഈ അലുമിനി മീറ്റിൽ ഇത്രയും പേര് പങ്കെടുക്കുന്നതിനുള്ള വലിയ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. 1987 മുതൽ 89 വരെ 2 വർഷം അവിടെ പ്രീ ഡിഗ്രി പഠിക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്കും ഉണ്ടായി. അന്നത് പ്രീ ഡിഗ്രിക്കാരുടെ ലോകമായിരുന്നു എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. കാരണം പ്രീ ഡിഗ്രിയുടെ 14 ബാച്ചുകൾ കൂടിയാൽ കോളേജിൻ്റെ പകുതിയിലധികം സ്റ്റുഡൻസ് ആകുമായിരുന്നു. പിന്നീട് പ്രീ ഡിഗ്രി സെപ്പറേറ്റ് ചെയ്തു. കൂടുതൽ ഡിഗ്രി കോഴ്സുകൾ, സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളെല്ലാം കടന്നു വന്നു. കുറേ വ്യത്യാസങ്ങളുണ്ടായി കോളേജിന്. പണ്ടത് മെൻസ് കോളേജായിരുന്നു. PG കോഴ്സുകൾക്ക് മാത്രമേ വിമൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേച്ചിമാർ എന്ന് പറയുന്ന വലിയൊരു സ്ഥാനമൊക്കെ കൊടുത്ത് ഞങ്ങൾ അവരെല്ലാം വളരെ ആദരവോടെ നോക്കി കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ SB ക്യാമ്പസിൽ ചെല്ലുവാണെങ്കിൽ കൂടുതലും അവിടെ പെൺപിള്ളേരാണ്. മിക്സഡ് കോളേജാക്കി. അസംഷൻ കോളേജ് 75 വർഷത്തിൽ 74 വർഷവും വിമൻസ് കോളേജായിട്ട് പിടിച്ചു നിന്നു. പക്ഷേ സ്റ്റുഡൻസിൻ്റെ വലിയ കുറവ് മൂലം അതും കഴിഞ്ഞ വർഷം മിക്സഡ് കോളേജായിട്ട് മാറി. ഇപ്പം നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ആൺകുട്ടികളെയും കാണാം ക്യാമ്പസിൽ. അങ്ങനെ വലിയ മാറ്റങ്ങളിലൂടെ കോളേജുകൾ കടന്നുപോയി. നമ്മുടെ SB കോളേജിൻ്റെ സെന്റിനറി കഴിഞ്ഞു. 103ാമത്തെ വർഷത്തിലാണ് SB. അസംഷൻ 75ാമത്തെ വർഷത്തിലാണ്. പ്ലാറ്റിനം ജൂബിലി ഇയറാണ്. നമ്മുടെ ഈ 2 കോളേജും സ്ഥാപിക്കാനായിട്ട് നമ്മുടെ പിതാക്കന്മാരും അതിരൂപതയും പിന്നെ പൊതുസമൂഹവും ഒക്കെ എടുത്ത ത്യാഗങ്ങൾ, അത് നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറി. നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്ന ഏടുകളിൽ ഒന്നാണ് അഭിമന്യ ചാൾസ് ലവീഞ്ഞ പിതാവ്, ഫ്രഞ്ചുകാരനായ ചാൾസ് ലവീഞ്ഞ പിതാവ് കോട്ടയം വികാരിയാത്തിൻ്റെ വികാര അപ്പസ്തോലിക്കായിട്ട് കോട്ടയത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തോട് നമ്മുടെ കാർന്നവന്മാർ ചെന്ന് ചോദിച്ചത് ഞങ്ങൾക്ക് പള്ളി വെച്ച് തരണമെന്നോ ഞങ്ങൾക്ക് കാശ് കൊണ്ട് തരണമെന്നോ ഒന്നുമല്ല. അതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടത് ഞങ്ങളുടെ പൈതങ്ങൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് സൗകര്യം ഉണ്ടാക്കി തരണം. ആ ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം ആദ്യം തന്നെ 1888 അദ്ദേഹം നാട്ടിൽ വന്നു.
1890 ചങ്ങനാശ്ശേരിക്ക് ആസ്ഥാനം മാറ്റി ചങ്ങനാശ്ശേരി അരമനയൊക്കെ പണിയുന്നത് ആ വർഷമാണ്. അതിനുശേഷം ഉടൻ തന്നെ 1891 ഞാൻ മനസ്സിലാക്കുന്നത് SB ഹൈസ്കൂൾ അദ്ദേഹം ആരംഭിച്ചു. യഥാർത്ഥത്തിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്താണ് SB ഹൈസ്കൂൾ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ SB കോളേജിന്റെ തുടക്കമായിട്ട് നമുക്ക് കരുതാവുന്നത് 1891 ഹൈസ്കൂളാണ്. കാരണം അത് യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് കൂടി 10ാം ക്ലാസ് വരെ ആരംഭിച്ച സ്കൂളാണ്. പക്ഷേ അദ്ദേഹം തിരിച്ചുപോയി. അദ്ദേഹം പോയി കഴിഞ്ഞ് പിന്നെ നമുക്കൊരു വലിയ ഗ്യാപ്പ് വന്നു. പിന്നീട് അതൊരു കോളേജിന്റെ ലെവലിലേക്ക് വളരാനായിട്ട് താമസം എടുത്തു. പിന്നീടാണ് കുരിയാളശ്ശേരി പിതാവാണ് 1922 ഈ SB കോളേജ് സ്ഥാപിക്കുന്നതും എല്ലാം. അത് അത്രയും മനോഹരമായ ആ ടവർ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള വലിയൊരു ക്യാമ്പസ്, 19.5 ഏക്കർ നിറഞ്ഞു നിൽക്കുന്ന SB കോളേജും 8 ഏക്കറോളം സ്ഥലത്തുള്ള അസംഷൻ കോളേജും. അത് നിങ്ങൾ ഓർക്കണം, ഒരു കൊച്ചു പട്ടണമായ ചങ്ങനാശ്ശേരിയിൽ ആണ് ഈ 2 വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിതമായത്. അതോടുകൂടി കുട്ടനാട്ടിലും മലനാട്ടിലുമുള്ള ജനങ്ങൾക്ക് വലിയൊരു ആശാകേന്ദ്രമായിട്ട് മാറി. പിന്നീട് SB ഒക്കെ ഒത്തിരി പേരെടുത്തു. തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നും കണ്ണൂരിൽ നിന്നും എല്ലാം വിദ്യാർത്ഥികൾ വന്ന് SBയിൽ പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ PG കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒത്തിരി മാർക്കുള്ള കേരളത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ സാധിക്കുമായെന്നുള്ള സാഹചര്യം വന്നു. പിന്നീട് നമുക്ക് ഒരു വലിയ ലിബറലൈസേഷൻ എഡ്യൂക്കേഷനിലേക്ക് വരുന്നു. ഇഷ്ടംപോലെ കോളേജുകളായി, എല്ലാ വില്ലേജുകളിലും കോളേജുകൾ ആരംഭിച്ചു. അങ്ങനെയെല്ലാം വന്ന് പിന്നെ നമുക്ക് കേരളത്തിൽ പോപ്പുലേഷൻ ഒത്തിരി കുറഞ്ഞു, കുട്ടികളുടെ എണ്ണം ഒത്തിരിയേറെ കുറഞ്ഞു. എല്ലാം കൂടിയായി നമ്മുടെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ പല കോളേജുകളിലും സീറ്റുകൾ വെറുതെ കിടക്കുന്നു. നമ്മുടെ കുട്ടികളെല്ലാം പുറത്തേക്ക് പോകുന്നു. അപ്പോഴും എനിക്ക് സന്തോഷം, SB കോളേജ് 3012 വിദ്യാർത്ഥികളുമായി ഇപ്പോഴും ക്യാമ്പസ് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അസംഷൻ കോളേജിലും 2000-ഓളം വിദ്യാർത്ഥികളുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷകരമാണ്. നമുക്ക് അലംനായി അസോസിയേഷനായിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് എന്താണ് പ്രത്യേകമായിട്ട് ചെയ്യാനായിട്ടുള്ളത്? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, SBയും അസംഷനും ഒക്കെ ജനകീയമായ വിദ്യാഭ്യാസ സംരംഭങ്ങളാണ്. നമ്മൾ ചങ്ങനാശ്ശേരി അതിരൂപത ഈ കോളേജ് നടത്തുന്ന കാലം മുതൽ വലിയ ധാർമ്മിക മൂല്യങ്ങൾ എന്നും പുലർത്തിയിരുന്നു. അവിടെ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാകണം എന്ന നിർബന്ധമുണ്ടായിരുന്നു. അതോടൊപ്പം അഡ്മിഷനും അപ്പോയിന്റ്മെന്റിനും 1 പൈസ പോലും ഡൊണേഷൻ വാങ്ങരുത് എന്ന നിർബന്ധ ബുദ്ധി അത് ഇന്നു വരെ പാലിക്കുന്ന ചുരുക്കം ചില മാനേജ്മെന്റുകളിൽ ഒന്നാണ് SBയുടെയും അസംഷന്റെയും മാനേജ്മെന്റ്. നിങ്ങൾ കൈയടിക്കുന്നതൊക്കെ കൊള്ളാം. SB കോളേജിൽ പെയിന്റ് അടിക്കാൻ പൈസ ഇല്ല. നമുക്ക് നിങ്ങളെല്ലാവരും പറയുന്നത് കൊള്ളാം, നന്നായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. സങ്കടമാണ്, പക്ഷെ പോട്ടെ, ഞാനത് പറയുന്നില്ല. നമ്മൾ ഒത്തിരി പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് നമ്മുടെ ആൾക്കാർക്ക് അവിടെ. പക്ഷെ പിന്നീട് അവരോടൊക്കെ നമ്മളൊരു കോൺട്രിബ്യൂഷനൊക്കെ ചോദിച്ചാൽ ആരും പിന്നെ തരത്തൊന്നുമില്ല കേട്ടോ. അതാണ് നമ്മുടെ ഒരു അവസ്ഥ. സാരമില്ല. പക്ഷെ നമ്മുടെ കോളേജുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പോഴും വലിയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓട്ടോണമസ് കോളേജുകൾ 2 എണ്ണമായിട്ട് നിലനിൽക്കുന്നു. ഇനി 2030 കൂടി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ BJP ഗവൺമെന്റിന്റെ ലക്ഷ്യം. ഈ പോക്ക് കണ്ടിട്ട് അവർ തന്നെ അത് നടപ്പിലാക്കിയിട്ടേ അടങ്ങൂ എന്നുള്ള ഒരു രീതിയിലാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഇനിയും നമുക്ക് ഈ അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റി സിസ്റ്റം നിർത്തുകയാണ് കേരളത്തിൽ. ഇന്ത്യയിൽ അവർ പറയുന്നത് ശരിയാണെങ്കിൽ കേട്ടോ, അഫിലിയേറ്റിംഗ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകൾ അത് നിർത്തിയിട്ട് ഓരോ കോളേജും ഒന്നുകിൽ അത് യൂണിവേഴ്സിറ്റി ആവണം, അല്ലെങ്കിൽ ഓട്ടോണമസ് കോളേജ് ആവണം, അല്ലെങ്കിൽ ക്ലസ്റ്റർ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറും. പല കോളേജുകൾ ചേർന്നുള്ള ക്ലസ്റ്റർ കോളേജുകളായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ, എന്നോട് പലരും ചോദിച്ചു SB കോളേജ് യൂണിവേഴ്സിറ്റി ആകുന്നില്ലേ? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അനുവദിച്ചല്ലോ. ഇപ്പൊ കേരളത്തില് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് പൊതുവെ ഇങ്ങനെയുള്ള സംരംഭങ്ങളോട് ഇച്ചിരി വളരെ സ്ലോ ആയിട്ട് അവർ പ്രതികരിക്കത്തുള്ളൂ. എല്ലാവരും തുടങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ അവർ തുടങ്ങാൻ നമ്മളെ സമ്മതിക്കത്തുള്ളൂ. അപ്പൊ ഏതായാലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അവർ അംഗീകരിച്ചിട്ടുണ്ട്.
പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ എയ്ഡഡ് കോളേജുകളെ ഉദ്ദേശിച്ചല്ല, പുതിയതായിട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ ഡെവലപ്പ് ചെയ്യുക. അതിന് ആദ്യത്തെ കണ്ടീഷൻ 25 കോടി രൂപ ട്രഷറിയിൽ കെട്ടിവെക്കണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള ഒരു വിദ്യാഭ്യാസ ഏജൻസിക്ക് അത്ര പെട്ടെന്ന്, നമ്മളൊരു കോർപ്പറേറ്റ് വിദ്യാഭ്യാസ സമരകർ, എനിക്ക് തോന്നുന്നു അസിം പ്രേംജി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള വലിയ കൊമേഴ്സ്യൽ ജയൻസ് ആണ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അല്ലാണ്ട് 10ഓളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ അപേക്ഷ നൽകി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ കത്തോലിക്ക കോളേജുകൾ അധികമില്ല, 1-2 എണ്ണം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നിലപാട് ഞങ്ങൾ ഏതായാലും തീരുമാനിച്ചു, അങ്ങനെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ തൽക്കാലം പോകുന്നില്ല. കാരണം SB കോളേജിൽ 25 കോഴ്സുകൾ എയ്ഡഡ് കോഴ്സുകളാണ്. ഒരുപക്ഷെ ഇത്രയും എയ്ഡഡ് കോഴ്സുകളുള്ള വേറൊരു കോളേജ് ഇല്ല. ഒരുപക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജൊക്കെ കാണും, A ഗ്രേഡ് കോളേജുകളിൽ പെട്ടതാണ് SB കോളേജ്. അസംഷനിലും എയ്ഡഡ് കോളേജുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഫീസ് കൊടുക്കാതെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാം. നമ്മുടെ ഒരു ചങ്ങനാശ്ശേരി പോലൊരു മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ ഈ ഒരു എയ്ഡഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാനാവൂ എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. തന്നെയല്ല, ഈ പൂർണ്ണമായിട്ട് പണം കൊടുത്ത് പഠിക്കാവുന്ന സാഹചര്യത്തിലേക്ക് എഡ്യൂക്കേഷൻ പോകുന്നത് നമുക്കും ആശ്വാസകരമല്ല. ഗവൺമെന്റ് അത്ര പെട്ടെന്നൊന്നും എയ്ഡഡ് സിസ്റ്റത്തിൽ നിന്ന് പിന്മാറില്ല തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് പൂർണ്ണമായിട്ട് ഒരു ക്യാപിറ്റലിസ്റ്റ് സമ്പ്രദായം സ്വീകരിക്കുകയാണ് പോലെ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് കിട്ടുകയാണെങ്കിൽ, എയ്ഡഡ് സിസ്റ്റം നിലനിർത്തിക്കൊണ്ട് ഡീംഡ് യൂണിവേഴ്സിറ്റി സിസ്റ്റം കിട്ടുകയാണെങ്കിൽ SBയും അസംഷനും കൂടെ ചേർന്ന് ഒറ്റ ക്യാമ്പസ് ആയിട്ട് ഒരു യൂണിവേഴ്സിറ്റിക്ക് പോകുക, അതിന്റെ ആദ്യത്തെ അപേക്ഷ നമ്മളായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അത് ഉടനെ എങ്ങും നടപ്പിലാവുമെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ഏതായാലും തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. ഈ 2 ജനാധിപത്യ മുന്നണികളോടും നമുക്ക് ആവശ്യപ്പെടാം, നിങ്ങളിത് നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടാനായിട്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഇനിയും അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാതെ നമ്മുടെ എഡ്യൂക്കേഷൻ രംഗം മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ നമുക്കറിയാം, വലിയ കോർപ്പറേറ്റുകൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പുതിയ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കുന്നു. അതേസമയം നമ്മുടേതൊക്കെ പതുക്കെ ഇങ്ങനെ വളർന്നു വന്ന് ജനകീയമായ വിദ്യാഭ്യാസ സംരംഭങ്ങളായിട്ട് വളർന്നാണ്. അതിൻ്റെതായ റെലവൻസ് ഉണ്ട്, അതിൻ്റെതായ ഒരു വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇത്രയും കുട്ടികൾ കുറഞ്ഞിട്ട് പോലും SBയിലേക്ക് 3000-ഓളം സ്റ്റുഡൻസ് വന്നെന്ന് പറയുമ്പോൾ അതിനർത്ഥം അത് തീർച്ചയായിട്ടും അതിന് റെലവൻസ് ഉണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ. അതുകൊണ്ട് നമുക്ക് ഒത്തിരി വലിയ സന്തോഷമുണ്ട്. നമുക്കിനിയും വേണ്ടത് പുതിയ കോഴ്സുകൾ ആരംഭിക്കണം, ന്യൂജൻ കോഴ്സുകളൊക്കെ ആരംഭിക്കണം. അതിനുള്ള സ്ഥലങ്ങൾ നമ്മൾ സജ്ജീകരിക്കണം. നമുക്ക് 19 ഏക്കർ സ്ഥലമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ കോളേജുകളിൽ വലിയ ഒരു കോളേജ് തന്നെയാണ് നമ്മുടേത്. പക്ഷെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വലിയ ഫണ്ട് കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് SB കോളേജിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ്. അലുമിനി അസോസിയേഷൻ സാധാരണ ഒരുമിച്ച് കൂടി നമ്മളെല്ലാവരും കൂടെ കൂടി, നിങ്ങളെല്ലാവരും കൂട്ടുകാരൊക്കെ കൂടി വർത്താനമൊക്കെ പറഞ്ഞ് പോകുന്നത് നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും ഒരുമിച്ച് കൂടുന്നത്. ഞാനും എൻ്റെ ബാച്ചുകാരെ കുറെ പേരെ ഇന്ന് കണ്ടെത്തി, എനിക്ക് സന്തോഷമാണത്. പക്ഷെ അതിന്റെ കൂടെ എങ്ങനെ നമുക്ക് നമ്മുടെ സ്ഥാപനത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എന്ന് ചിന്തിക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ വിദേശ രാജ്യത്തായോണ്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ പല വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികൾ നിലനിൽക്കുന്നത് ഉദാരമതികളായ അലംനായിയുടെ സപ്പോർട്ട് കൊണ്ടാണ്. ഞാൻ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ 7 വർഷം പഠിച്ചതാണ് സൈക്കോളജി. 1 പൈസ പോലും ഞാൻ മുടക്കിയിട്ടില്ല കേട്ടോ. എനിക്ക് മുഴുവൻ സ്കോളർഷിപ്പ് കിട്ടുകയായിരുന്നു. എൻ്റെ സ്കോളർഷിപ്പ് മുഴുവൻ ഉദാരമതികളായ മനുഷ്യർ നൽകുന്ന തുകയാണ്. എന്ന് പറഞ്ഞ പോലെ അമേരിക്കയിലാണെങ്കിലും അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലും ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളിലും എല്ലാം വലിയ കുടുംബങ്ങളൊക്കെ വലിയ ബേഴ്സുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് അവരുടെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്സ് കൊടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള സ്കോളർഷിപ്സ് ഏർപ്പെടുത്തുകയും അതുപോലെ ബേഴ്സ് ഈ നമ്മുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് ഇന്നൊരു ബ്രോഷർ എനിക്ക് അവർ തന്നുവിട്ടിട്ടുണ്ട്. നമുക്ക് ബർക്ക്മൻ സെന്റർ ഫോർ ഗ്ലോബൽ അക്കാഡമിക് എക്സലൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ സൈഡിലായിട്ട് ഒരു 9 നില കെട്ടിടം പദ്ധതി ഇടുകയാണ്. പദ്ധതി ഇട്ടുള്ള
നമ്മുടെ കാര്യമായതുകൊണ്ട് ഇതിങ്ങനെ നീളുകയാണ്. അപ്പം നമുക്ക് അടുത്ത വർഷമെങ്കിലും അതിൻ്റെ പണി തുടങ്ങണം. നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലല്ല ഇതിനെ സപ്പോർട്ട് ചെയ്യണം. സാധിക്കുന്നവർ നിങ്ങൾ അതിൻ്റെ അതൊന്ന് സൈനപ്പ് ചെയ്ത് തരികയാണെങ്കിലും വളരെ നന്നായിരിക്കും. അതിന് നിങ്ങൾ അലംനൈ ഒന്ന് മുന്നിട്ടിറങ്ങി കുറേയൊക്കെ കോളേജിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ ഈ ബ്രോഷർ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കെല്ലാം എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ നമുക്ക് ആ രീതി. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ഭാവിയിൽ ഇതിനൊരു യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് കിട്ടുകയാണെങ്കിലും ഗവൺമെന്റ് എപ്പോഴും നമ്മളോട് ഈ വലിയ ഒരു തുക ആവശ്യപ്പെടുകയാണ്. ട്രഷറിയിൽ ഇത്ര കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. എന്നോട് പലരും ചോദിക്കും, പിതാവ് എന്നാണ് 25 കോടിയൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കും? അപ്പം ഞാൻ പറയും, എനിക്ക് 80,000 കുടുംബങ്ങളുണ്ട് എൻ്റെ രൂപത. ഞാൻ അവരോട് ചോദിക്കും. പിന്നെ അവിടെ പഠിച്ച ആയിരക്കണക്കിന് ആൾക്കാർ ലോകത്തെമ്പാടുമുണ്ട്, അവരോട് ചോദിക്കും, തരുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് അങ്ങനെയൊക്കെ നമ്മുടെ SP കോളേജ് വളർത്താൻ പറ്റത്തുള്ളൂ എന്നുള്ള വലിയൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഹൃദയപൂർവ്വം ഈ SBയെയും അസംഷനെയും സപ്പോർട്ട് ചെയ്യണം. അവരുടെ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യണം. സ്നേഹം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിന്റെ അംബാസഡേഴ്സ് ആയിട്ട് നിങ്ങൾ മാറി. ഇപ്പൊ ഏതാണ്ട് ഇവിടെ ഒരു 200 അടുത്ത ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരെ വിധം ഒന്ന് കണ്ടെത്തിയാൽ ഇത് 400 ആകും. അവർ ഓരോരുത്തരെ വിധം കണ്ടെത്തിയാൽ ഇത് 800 ആകും. വളരെ പെട്ടെന്ന് നമുക്കിത് ഈ നമ്പർ നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നല്ല ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഫോർ ദ യൂണിവേഴ്സിറ്റി. അങ്ങനെയാകുമ്പോൾ ഇതിനെന്നും റെലവൻസ് കാണും. നിങ്ങൾ അവിടെ ചെയ്യുന്നത് അവിടെ കാണാൻ മാത്രമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവധിക്ക് വരുമ്പോൾ കോളേജിലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ അവരോട് പറഞ്ഞു. ഒരു അലംനൈ ഡിപ്പാർട്ട്മെന്റ് സെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് SBയോടും അസംഷനോടും. ആ രീതിയിൽ നിങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ ആൾക്കാർ കാണും. നമുക്ക് കോളേജിന്റെ ഒരു ടൂർ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സപ്പോർട്ടിങ് ഗ്രൂപ്പായിട്ട് നിങ്ങൾ മാറുക എന്നുള്ളത് ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് SBയെയും അസംഷനെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്, ഞാനിവിടെ എനിക്ക് വലിയ അഭിമാനം തോന്നി. നിങ്ങളുടെ കൂട്ടത്തിൽ ഒത്തിരി ബിസിനസ്സുകാരുണ്ട്, ഒത്തിരി ജോലിക്കാർ, ഒത്തിരി പേരെ നിങ്ങൾ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. SB കോളേജിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു പുതിയ വാർത്ത, SBയിൽ നിന്നും അസംഷനിൽ നിന്നും ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ 100 കണക്കിന് വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടുന്നുണ്ട്. വലിയ സന്തോഷമാണ്. ഞങ്ങളുടെ ഒന്നും കാലത്ത് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഇവിടെ ക്യാമ്പസിലേക്ക് കമ്പനികൾ വരുന്നുണ്ട്, അവിടെ വന്ന് കുട്ടികളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങളുടെ തന്നെ കമ്പനികൾ, നിങ്ങളുടെ തന്നെ സ്റ്റാർട്ടപ്പുകളുണ്ട്, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അവിടേക്ക് ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ചോ ഈ അലംനൈ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വേണമെങ്കിൽ അത് ഓർഗനൈസ് ചെയ്യാം. ഒരു അലംനൈ ഡ്രൈവ് ഓൺ ദ ക്യാമ്പസ് both on SB and Assumption. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. That will be great contribution to the development of our institutions. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷേ ഇവിടെ അതിനധികം സാധ്യതയുള്ളൂ എനിക്കറിയത്തില്ല, അക്കാഡമിക് കൊളാബറേഷൻ വിത്ത് അതർ യൂണിവേഴ്സിറ്റീസ്. അതൊരു പക്ഷേ അമേരിക്കയിൽ മറ്റ് രാജ്യങ്ങളിലുമൊക്കെയുള്ള വിദേശ യൂണിവേഴ്സിറ്റികളുമായിട്ട് അക്കാഡമിക് കൊളാബറേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ സൈൻ ചെയ്ത് നമുക്ക് നമ്മുടെ ഈ ഒരു ഗ്ലോബൽ ആകുന്ന സാഹചര്യത്തിൽ സപ്പോർട്ട്. ഈ 3 തരത്തിലാണ് നിങ്ങൾക്ക് കോളേജിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതിൽ നിങ്ങൾ ഹൃദയപൂർവ്വം ഇതിൽ നിങ്ങൾ എല്ലാവരും പങ്കുചേരണം എന്ന് സ്നേഹപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നമുക്ക് മറ്റ് സ്ഥലങ്ങളിലും അലംനൈ അസോസിയേഷൻസ് ഒന്ന് പുനർജീവിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. അങ്ങനെ നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് കൈകോർത്ത് പിടിച്ച് ഈ നമ്മുടെ ആ കോളേജിനെ മുൻപോട്ട് വളർത്തിക്കൊണ്ടുവരാം. എനിക്കും നമ്മുടെ പഴയ ആ മൂല്യങ്ങളെല്ലാം തന്നെ തുടരണമെന്നാണ് നമുക്ക് ആഗ്രഹം. ആരുടെ അപ്പോയിന്റ്മെന്റിനും അഡ്മിഷനും ഒന്നും ആരുടെ നിന്നും ഡൊണേഷനൊന്നും മേടിക്കുക, നല്ല അഭിമാനപൂർവ്വം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവിടെ വന്ന് പഠിച്ചിട്ട് പോകാനുള്ള ഒരു സൗകര്യം, അധ്യാപകർക്ക് ജോലികൾ, അതൊക്കെ അതിനൊന്നും പോളിസിയൊന്നും മാറ്റം വരുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഇപ്രകാരം ഒരു നല്ല സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ എല്ലാ അലംനൈയും കൂടെ ഒന്ന് ഒരുമിച്ച് ചേർന്നാൽ എന്താണ് നമുക്ക് നടക്കാത്തത്? അപ്പൊ ആ രീതിയിലേക്ക് നിങ്ങളൊന്ന് കടന്നു വരികയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഞാൻ അടുത്ത ജൂലൈ 9-ാം തീയതി അമേരിക്കയിൽ അവരുടെ സീറോ മലബാർ കൺവെൻഷൻ നടത്തുകയാണ്. അതിന് തൊട്ട് മുമ്പായിട്ട് അവിടെയും ഒരു SB അസംഷൻ അലംനൈ ചാപ്റ്റർ അവർ നടത്തുന്നുണ്ട്. അവര് ഒരു ഫേസ്ബുക്ക് പേജൊക്കെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് 550 പേരെയുള്ള അവർ ഇപ്പൊ തന്നെ ട്രേസ് ചെയ്തു, ബാക്കിയുള്ളവരെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ അലംനൈയെ ഒന്ന് ഈ ഫേസ്ബുക്ക് പേജിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ നിങ്ങൾക്കും ഒരുമിച്ച് കൂട്ടാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
അങ്ങനെ എസ് ബിയുടെ പുതിയ വിശേഷങ്ങളൊക്കെ തീർച്ചയായിട്ടും എസ് ബിയിൽ ഒരു അലംനൈ സെല്ലുണ്ട്, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് വളർത്താം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ തേടിക്കൊണ്ട് ഇവിടേക്ക് നിങ്ങളെല്ലാവരും കടന്നു വന്നതിനുള്ള വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു. ആത്മീയത നിറഞ്ഞ ദിശാബോധം നൽകുന്ന നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തണമെന്ന് അതിന് ശക്തി പകരുന്ന പ്രചോദനാത്മകമായ വാക്കുകൾക്ക് നന്ദി പിതാവേ. Let us invite our bishop to lighting the candle. പ്രകാശം ആത്മീയതയും ദൈവിക അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. ഇന്ന് ഈ പ്രകാശം നമ്മുടെ സംഗമത്തിന്റെ ആരംഭത്തിനും ദിശാബോധത്തിനും ഒരു പ്രതീകമാണ്. Assumption and SB College executive members, especially our advisor Mr. Jogavalam, Mr. Biju Dominic, please come to the stage. Mr. George Meenathekonil, Mr. Roy Raphael, Ms. Geedi, നമ്മുടെ പുതിയ ലോഗോയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് പിതാവിനെ ക്ഷണിക്കുന്നു. ഒപ്പം അലൂമിനി UAE ചാപ്റ്റർ അഡ്വൈസർ മിസ്റ്റർ ജോഗാവാലം, മിസ്റ്റർ ബിജു ഡൊമിനിക്, മിസ്റ്റർ ജോർജ് മീനത്തേക്കോണിൽ എന്നിവരെയും ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച് പിതാവേ. പുതിയ ലോഗോ നമ്മെ പുതിയ സാധ്യതകൾക്കും വിജയത്തിനും പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് ആശംസ പറയാനായി നമ്മുടെ IPSലെ കലാകാരൻ ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലൂടെ ഒരു കാലത്ത് കേരളക്കരയെ ഭക്തിസാന്ദ്രമാക്കിയ SB കോളേജിന്റെ സ്വന്തം പുത്രൻ ശ്രീ ടോമിൻ ജെ തച്ചങ്കരി സാറിനെ ക്ഷണിക്കുന്നു. അഭിമന്യ തറയിൽ പിതാവെ, വേദിയിലും സദസ്സിലും സന്നിധാനിക്കുന്ന മറ്റ് പ്രമുഖരെ, ഈ സദസ്സിൽ വളരെ യാദൃശ്ചികമായിട്ട് ക്ഷണിക്കപ്പെടാതെ എത്തിയ ഒരു അതിഥി എന്ന് പറയാൻ പറ്റത്തില്ല ഒരാളാണ് ഞാൻ. ഈ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിൽ എൻ്റെ പ്രസംഗമില്ല, എൻ്റെ സീറ്റില്ല. എങ്കിലും ഞാനിവിടെ വരാനുണ്ടായ കാരണം നിങ്ങൾക്കറിയാം, ഞാൻ ചങ്ങനാശ്ശേരിയുടെ മകനാണ്. SB കോളേജിൽ പഠിച്ച ആളാണ്, SB സ്കൂളിൽ പഠിച്ച ആളാണ്. എൻ്റെ എല്ലാ വിജയത്തിനും എല്ലാ സംഗീതത്തിനും എല്ലാ ഭാവനയ്ക്കും എല്ലാ അടിസ്ഥാനം ചങ്ങനാശ്ശേരിയാണ്. 38 വർഷക്കാലം IPS ജോലി ചെയ്തു, റിട്ടയർ ചെയ്തു. കൂടുതലും വിദേശത്താണ്, അമേരിക്കയിലാണ്. ഞാനതുവഴി യാത്ര ചെയ്ത് വന്നപ്പോൾ തലപ്പത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പെട്ടെന്ന് വന്നതാണ് ഈ ചടങ്ങ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, SB കോളേജിൽ പലരും ഇതൊന്നുമല്ല, ഇവിടെ എനിക്കൊന്ന് 10,000-15,000 കൂടുതൽ SB അസംഷൻ കോളേജിലെ ആൾക്കാരോടെ കാണും. പിതാവ് പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുകയാണ്. പിതാവ് പറഞ്ഞു കോളേജിന് പെയിൻ്റ് അടിക്കാൻ പൈസ ഇല്ലെന്ന്. ഞാൻ ഓർക്കുകയായിരുന്നു, 20 വർഷം മുമ്പ് ഞാൻ SB ആയിരിക്കുന്ന സമയം 20 പാലയിൽ പിതാവ്, ഞാൻ പേരും പിതാവ് കൊണ്ടുപോയി. അന്ന് പറഞ്ഞ് ടോമിനെ അൽഫോൺസ കോളേജിൻ്റെയും സെൻറ്റ് തോമസിൻ്റെയും പെയിൻ്റ് അടിക്കാൻ കാര്യമില്ല, 6-7 വർഷം പൈസ ഇല്ല. അതിന് കാരണം ഒരു പ്രിൻസിപ്പളാണ്. നമ്മുടെ പ്രധാനപ്പെട്ട പൗജ പിതാവ് എന്നൊരു തീരുമാനമെടുത്ത് പൈസ മേടിക്കരുത്, അത് അഴിമതിയാണ്. പക്ഷേ ആ സംഭവത്തിൽ നിന്ന് മറ്റുള്ള എല്ലാ സഭകളും എല്ലാ ഓർഗനൈസേഷനും, നമ്മുടെ തന്നെ CMA ആയിക്കോട്ടെ, കൊച്ചിൻസ് ആയിക്കോട്ടെ, എല്ലാവരും മാറി. ചങ്ങനാശ്ശേരി മാത്രം മാറിയില്ല. നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, പറയാൻ പറ്റുമെന്നറിയില്ല. കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറണ്ടേ. എനിക്ക് ഏറ്റവും വേദനിച്ചൊരു സംഭവം, 100ാമത്തെ SB കോളേജിൻ്റെ ഉദ്ഘാടനം സെൻറ്ററിൽ നടക്കുകയാണ്. പൂർവ്വ വിദ്യാർത്ഥിയായ ഞാൻ, നിങ്ങൾക്കറിയാം, എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ആളാണ് ഞാൻ ചെന്നു. അവിടുത്തെ പ്രിൻസിപ്പൾ പറയാതെ അവിടുത്തെ അധ്യാപകരോട് 10,000 രൂപ വെച്ച് തരാൻ ചോദിച്ചു.
നടന്ന സംഭവം ഒട്ടും കള്ളം പറയുന്നില്ല. അന്ന് അവിടെ കോളേജിൽ അഡ്മിഷൻ മേടിക്കാൻ അധ്യാപകരാണെങ്കിൽ, പ്രൊഫസറാണെങ്കിൽ, ലെക്ചറാണെങ്കിൽ 50 ലക്ഷം രൂപ വരെ മിനിമം. ഞാൻ പേര് പറയുന്നില്ല, പല സമുദായങ്ങളിലും പ്യൂണ് കിട്ടാൻ വേണ്ടി 2 ലക്ഷം 3 ലക്ഷം. അവിടെ തൂപ്പുകാരനാണെങ്കിൽ കാശാണ്. ഈ 50 ലക്ഷം പോലും കൊടുക്കാതെ വന്ന അധ്യാപകരെ 1 രൂപ പോലും കൊടുത്തില്ല. എന്ത് കഷ്ടം. അതേസമയം അന്ന് ചോദിച്ചിരുന്ന കൊടുത്തേനെ. ഈ 50 ലക്ഷം മേടിക്കുന്നത് പിതാവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകല്ലോ. നമ്മുടെ സഭയുടെ, നമ്മുടെ ചങ്ങനാശ്ശേരിക്കാരുടെ പൊതുമുതലായ സെൻറ്റ് ഫെർക്കോൺസ് കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് ഒരു മാസത്തെ എൻ്റെ ഫീസ് എത്രയാണെന്നറിയോ? 18 രൂപ. 1978 മുതൽ 83 വരെ പഠിക്കുക. എൻ്റെ ഒരു മാസത്തെ അച്ഛൻ സമ്മതിക്കുന്നുണ്ടോ? 18 രൂപയാണ് എൻ്റെ ഫീസ്. അച്ഛൻ പറയാം 18 രൂപ. 18 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫീസ് ഇല്ല. ഇതേ നമ്മളൊരു കുട്ടിയെ ഇവിടുത്തെ ഒരു സ്കൂളിൽ പഠിപ്പിക്കണം, എത്ര രൂപയല്ലോ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഇപ്പം അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹത്തിന് പറയുന്നതിന്, പിതാവ് പറയുന്നതിന് ലിമിറ്റേഷനുണ്ട്. ഈ പണം പണ്ട പോലെ ഈ അവതരവധിക്കും വീടുന്നില്ല. ആൾക്കാർ പൈസ കൊണ്ട് സ്വത്രക്കാഴ്ച കൊടുക്കുന്നതിനെ കുറഞ്ഞു. ഇലക്ട്രിസിറ്റി ചാർജ് മുതൽ പെയിൻറ്റിൻ്റെ ചാർജ് മുതൽ എല്ലാത്തിനും കാശ് കൂടി. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ CMI സഭ, ഞാൻ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല പേരെടുത്ത് വെച്ച്, അല്ലെങ്കിൽ എത്ര വളർച്ചയാണ് വന്നിരിക്കുന്നത്. മലങ്കര സഭ, അവർ മെഡിക്കൽ കോളേജുകൾ, ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് മെഡിക്കൽ കോളേജില്ല. പല പ്രാവശ്യം ഞാൻ ചെന്ന് അതിരൂപത മെഡിക്കൽ കോളേജ് വേണം. കുറച്ച് ചിലവാണ് ഇവിടെ ഈ അഴിമതി കൊണ്ടിലെ കാര്യത്തിൽ കൂടുതൽ നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിൽ വരുമ്പോൾ നമ്മുടെ അടിസ്ഥാനമായി ഇതുവരെ ചങ്ങനാശ്ശേരി അതിരൂപത നടത്തിക്കൊണ്ടുവരുന്ന ഈ സംരംഭങ്ങളും ഒരു പുനഃപരിശോധനയ്ക്ക്, ആലോചനയ്ക്കുള്ളൊരു അവസരമെങ്കിലും ഉണ്ടാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ SB കോളേജിലെ ജീവിതത്തെക്കുറിച്ച് ഞാൻ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അന്ന് പ്രധാനമായിട്ട് എനിക്ക് IPS കിട്ടിയപ്പോൾ SB കോളേജ് സംഭവം ഉണ്ടായി. ഏറ്റവും കുഴപ്പനായിട്ടുള്ള സ്റ്റുഡൻ്റായിരുന്നു ഞാൻ SB കോളേജിൽ. അങ്ങനെ 87 എനിക്ക് IPS കിട്ടിയപ്പം ഒരു സംഭവം ഉണ്ടായി. എല്ലാവരും ഓർത്ത് ഇത് വളരെ എളുപ്പമുള്ള പരീക്ഷയാണ്. അടുത്ത വർഷം SB കോളേജിൽ എല്ലാവരും പരീക്ഷയ്ക്ക് പക്ഷേ ജയിച്ചത് പിന്നെ രാജധാരണ സഭ കണ്ടപ്പോഴാണ്. എനിവേ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഞാനും 6 മണിക്ക് എൻ്റെ ഫ്ലൈറ്റിൽ കയറി പോകണം. പിതാവിൻ്റെ കൂടെ സ്റ്റേറ്റ് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഈ തുടക്കം ഒരു നല്ല തുടക്കമാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത നാളുകളിൽ ഇത് കുറച്ചും കൂടി വിപുലമായ രീതിയിൽ നമ്മളെല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് ഈ കോളേജിനെ നമ്മളെ തന്നെയാണ്, ചങ്ങനാശ്ശേരിയാണ് ഈ സ്ഥാപനത്തെ, ആരുടെ വീട്ടിലേക്ക് പോകുന്നൊരു സംഭവമല്ല. അതുകൊണ്ട് അതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഏതൊക്കെയാണെന്ന് ഇവിടെ GCC കൺട്രീസിൽ ദുബായ് മാത്രമല്ല, കുവൈറ്റുണ്ട്, മസ്കറ്റുണ്ട്, ആ രാജ്യങ്ങളിലെല്ലാം ഇതിൻ്റെ ഒരു ഓർഗനൈസേഷൻസ് ഉണ്ടായിക്കൊണ്ട് ഇതിനെ വളർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പാടണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരാൾ എനിക്കൊരു കത്ത് തന്നത് എല്ലാവർക്കും എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ട്. പാട്ട് പാടിയോ പിന്നെയും 3 മിനിറ്റ് കഴിയുന്നതുകൊണ്ട് മറ്റൊരു അവസരത്തിൽ പാടാൻ നമുക്ക് നല്ലൊരു സഞ്ചയൊക്കെ ഉണ്ടാക്കി പിതാവിനെ വിളിച്ചിട്ട് ഇത് കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു പാട്ട് അന്ന് പാടിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വാർത്ത സംസാരിക്കുന്നു. ഈ അവസരം അവിചാരിതമായി ഇവിടെ എത്തി നമ്മളൊക്കെ ആശംസ അർപ്പിച്ച സാറിന് ഞങ്ങളുടെ UAE ചാപ്റ്ററിൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അലുമിനി UAE ചാപ്റ്ററിൻ്റെ ഭാവിയെ രൂപപ്പെടുത്തുന്ന നേതൃത്വത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി ചങ്ങനാശ്ശേരി പ്രവാസി അപ്പോസ്റ്റലിക് ഡയറക്ടർ റവറൻഡ് ഫാദർ TG പുതുവീട്ടിക്കടത്തിന് അച്ഛനെ ക്ഷണിക്കുന്നു. ന്യൂ ഓഫീസ് ബെയറേഴ്സിന് റോസ് ഫ്ലവർ നൽകുന്നതിനായി ആർച്ച് ബിഷപ്പിനെയും ക്ഷണിക്കുന്നു. സമയമില്ലാത്തതുകൊണ്ട് ആ കർമ്മത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. പുതിയ ഓഫീസ് ബെയർസ് ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇവരുടെ പേര് വിവരങ്ങൾ വിളിക്കുന്നതനുസരിച്ച് പിതാവിൻ്റെ ഇന്ന് പൂക്കൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ബെൻസി വർഗീസ്, പ്രസിഡന്റ്. മഞ്ജു തോമസ് പൗവത്തിൽ, വൈസ് പ്രസിഡന്റ്. സജിത് ഗോപി, വൈസ് പ്രസിഡന്റ്. മാത്യു ജോൺസ് മാമൂട്ടി, ജനറൽ സെക്രട്ടറി. നല്ലൊരു വീഡിയോ കൂടാം. ജോസഫ് കളത്തിൽ, ട്രഷറർ. ലിജിമോൻ ബിനു, സെക്രട്ടറി.
Betty James Ariadi, Joint Secretary. Dr. Shiva Jojo, Joint Secretary, ഇവിടെ ഇപ്പോൾ ഇല്ല, കേരളത്തിലേക്ക് പോയിരിക്കുകയാണ്. ജോർജ് തോമസ് മീനത്തെ കോളേജ് എക്സിക്യൂട്ടീവ്. റോയി റാഫേൽ, എക്സിക്യൂട്ടീവ് ആൻഡ് PRO. ജൂലി പോൾ ചക്കാലയിൽ, എക്സിക്യൂട്ടീവ്. മഡോണ ജോർജോ ഇല്ലിപ്പറമ്പിൽ, എക്സിക്യൂട്ടീവ്. ഗീതി സോബിൻ, എക്സിക്യൂട്ടീവ്. വിജി ബിജു ചാവറ, എക്സിക്യൂട്ടീവ്. വിജി ഇവിടെ ഇല്ല, ആബ്സെൻ്റാണ്, കേരളത്തിലാണ്, നാട്ടിലേക്ക് പോയി. നിച്ചിൽ ജെയിംസ് കോയപ്പള്ളി, എക്സിക്യൂട്ടീവ്. തോമസ് ഊട്ടി, എക്സിക്യൂട്ടീവ്, കണ്ടംകുടി. ജോ കാവാലം, അഡ്വൈസർ, അക്കഫ് റെപ്രസെൻറ്റേറ്റീവ്. ബിജു ഡൊമിനിക്, എക്സിക്യൂട്ടീവ് ആൻഡ് അഡ്വൈസർ. ഇവരാണ് SP ആൻഡ് അസംഷൻ കോളേജിൻ്റെ പുതിയ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും. എല്ലാവർക്കും പ്രത്യേകമായ കൺഗ്രാജുലേഷൻ. നമുക്ക് നല്ല കൈ കൊടുക്കാം. Congratulations to the new executive members. ഭാവിയിൽ പുതിയ ചിന്തകളും പ്രവർത്തനങ്ങളും ഇവരിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ട് ആശംസാ പ്രസംഗത്തിനായിട്ട് റവറൻഡ് ഡോക്ടർ ടോം കുന്നുംപുറത്തെ ക്ഷണിക്കുന്നു. പുതിയ ഭാരവാഹികളായ ബെൻസി വർഗീസ്, സംഘാടകരെ, SBയുടെയും അസംഷൻ്റെയും പൂർവ്വ വിദ്യാർത്ഥികൾ, UAEയിലെ സെൻറ്റ് ബർക്കുമാൻസ് അലംനി മീറ്റിങ്ങുകളിൽ ഞാൻ 3 പ്രാവശ്യം പ്രിൻസിപ്പളായിരുന്നപ്പോൾ വന്നിട്ടുണ്ട്. അഭിമാനമുണ്ടായിരുന്നു. ഏതോ ഒരു ഓണം സെലിബ്രേഷനിൽ ഞാനും നമ്മുടെ DGP CB മാത്യു സാറ്, ഫിലിമിൻ്റെ ജിത്തു, ഞങ്ങളെല്ലാവരും കൂടെ ഞാൻ ഓർക്കുകയായിരുന്നു. അന്നുണ്ടായിരുന്ന ഏതാനും പേര് ഇവിടെ ഇരിപ്പുണ്ട്. മനോജ്, റോബിന്, അങ്ങനെ കുറച്ച് പേര്. ബിജുവൊക്കെ എവിടെയായിരുന്നു? അന്നുണ്ടായത് പലരും ഇന്നില്ല. അവർ ഒന്നുകിൽ UAEയിലൊക്കെ ഉണ്ട്. അന്ന് ഓണാഘോഷത്തിൽ ഒരല്പം അലമ്പുണ്ടായി. ഓണാഘോഷിച്ചപ്പോൾ ഞാൻ അന്ന് അത് പിരിച്ചുവിട്ടില്ല. ഇനി ഒരു നോട്ടീസ് ഇനി കിട്ടുന്നത് വരെ SB അലുമിനി ചാപ്റ്റർ ഇവിടെ കൂടണ്ട, പ്രിൻസിപ്പൽമാർക്കാണ് ഉത്തരവാദിത്വം. അതേ തുടർന്ന് വീണ്ടും നിങ്ങൾ അവിടെയും ഇവിടെയൊക്കെ കൂടുന്നുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ അലുമിനി ചാപ്റ്റർ ഡള്ളായി പോയത്. ആ അവസ്ഥയിൽ നിന്നും ഒരു പുനരുജ്ജീവനം അത് ശരിക്കും സാധ്യതമായത് ഞാൻ ടെജി അച്ഛനെ, ഈ പ്രവാസി അപ്പസ്തോലേറ്റിന്റെ ഡയറക്ടർ അച്ഛന് പ്രത്യേകം നന്ദി പറയുകയാണ്. ടെജി അച്ഛന് SB എന്നോ അസംഷനോ എന്നുള്ളതല്ല, ചങ്ങനാശ്ശേരിയിലെ പ്രവാസികൾ ഇവിടെയുള്ളവരെ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് അച്ഛൻ ഇത് പുനരുജ്ജീവിപ്പിക്കുവാൻ അതിരൂപതയിൽ നിന്നും മാനേജർ അച്ഛൻ്റെയും പിതാവിൻ്റെ അനുഭവത്തോടുകൂടി തുടങ്ങിയത്. അത് നല്ല കാര്യം, നല്ല കാര്യം. നിങ്ങൾ വിചാരിക്കുന്ന അഭിമന്യ പിതാവോ, ഇപ്പം എനിക്കിപ്പോൾ അധികാരപൂർവ്വം ഒന്നും പറയാൻ പറ്റില്ല, ഞാൻ റിട്ടയർഡ് പ്രിൻസിപ്പളാണ്. പക്ഷേ തെറ്റിദ്ധരിക്കല്ലേ, അഭിമന്യ പിതാവോ കോളേജ് മാനേജ്മെൻറ്റോ പണം പിരിക്കാൻ വന്നതാണ് എന്ന് വിചാരിക്കരുത്. SB ഒരിക്കലും പണത്തിൻ്റെ കുറവ് എന്നതിന് പേരിൽ പുറകോട്ട് പോയിട്ടില്ല. കാരണം
SBയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ആവശ്യം പറയുമ്പോൾ അവർ കോളേജിൽ വന്ന് ചോദിക്കുമായിരുന്നു. എന്തുമാത്രം പ്രോഗ്രാമുകൾ ഇപ്പോഴും സ്തുത്യർഹമായി നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് കുവൈറ്റ് അലുമിനി അസോസിയേഷന്റെ ദ ബെസ്റ്റ് കോളേജ് ടീച്ചർ അവാർഡ് പ്രോഗ്രാം. പണ്ട് കാഞ്ഞിരപ്പള്ളി ഏരിയയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ അങ്ങനെയായിരുന്നു. എന്തെങ്കിലും ആവശ്യം വന്നാൽ, ജൂബിലി ആഘോഷങ്ങൾ വന്നാൽ, ആര് വന്നാലും ചുമ്മാ പൂർവ്വ വിദ്യാർത്ഥികൾ സമീപിക്കുകയുള്ളൂ. ഇപ്പോഴും അവിടെ ഉള്ളവർ പറയും, അച്ഛൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ 1-2 കാര്യം പറയും, പെട്ടെന്ന് നിർത്തുകയാണ്. ഞാൻ ഈ കോളേജുകളുടെ അസസ്മെന്റിന്റെ ഒഫീഷ്യൽ NAAC ഇപ്പോഴും ഞാൻ ഒഫീഷ്യലി UGCയുടെ ഒരു ഒഫീഷ്യലാണ്. ഞാൻ പോകുന്നില്ല. എൻ്റെ ആരോഗ്യം മോശമായപ്പോൾ തറപ്പിതാവിനെ പിടിച്ചു നിർത്തിയതാണ്. ഞാൻ റിട്ടയർ ചെയ്ത് വീട്ടിൽ പോകാനിരുന്നു. ബൈപ്പാസൊക്കെ കഴിഞ്ഞ ആളാണ്. അതുകൊണ്ട് ഔദ്യോഗികമായിട്ട് എന്നാലും പിതാക്കന്മാർ വിട്ടില്ല. 2-3 വർഷം കൂടെ ജോലി ചെയ്യാമല്ലോ. ഞാൻ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ വടവാതൂർ പള്ളിയുടെ വികാരിയായി നിൽക്കുന്നത്. എന്നാലും നമ്മുടെ കോളേജിലൊരു കാര്യം ഞാൻ ഇതുവഴി പോയപ്പോൾ രചയിച്ചനൊക്കെ പിതാവ് പറഞ്ഞു, എന്നാലൊരു കാര്യം ചെയ്യും, അലുമിനിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഇതുവഴി വരാൻ പറ്റും. അങ്ങനെ ഞാനും അമേരിക്കയ്ക്ക് പോകുന്നുണ്ട്. അന്നേരം പിതാവ് പറഞ്ഞു, അവിടെ നമുക്കൊന്ന് കൂടാം, അലുമിനി മീറ്റിംഗ് ഉണ്ട്. SB കോളേജിന്റെ സ്റ്റുഡൻസിനും അസംഷൻ കോളേജിലെ സ്റ്റുഡൻസിന്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ കോളേജുകൾ ഒരു വികാരമാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്തിടത്തോളം നമ്മുടെ മനസ്സുകളെ സ്വാധീനിച്ചിട്ടുള്ള ശ്രേഷ്ഠ അധ്യാപകർ നമ്മളെയൊക്കെ പഠിപ്പിച്ച കലാലയമാണ്. അതുകൊണ്ടാണ് SB കോളേജ് എന്ന മഹാകലാലയത്തെ നിലനിർത്തി. നിങ്ങളുടെ മനസ്സറിച്ചിട്ട് മാത്രം മതി. SB എന്ന നമ്മുടെ വികാരത്തെ വളർത്തിയെടുക്കുവാൻ വേണ്ടി, നിലനിർത്താൻ വേണ്ടി എപ്പോഴും നിങ്ങൾ ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ്. ഇവിടെയുള്ള ഓരോരുത്തരും UAE എന്തുമാത്രം, ഞാൻ 2 മീറ്റിംഗ് കൂടി എന്ത് നിറയെ ആളായിരുന്നുവെന്നോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്നായിട്ടൊന്ന് ഇറങ്ങി പ്രവർത്തിച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തുക. ഈ ഫണ്ട് റൈസ് ചെയ്യുന്ന കാര്യം പറയണ്ട, ഇത്രയും ചിന്തിച്ചാൽ മതി. നമുക്ക് ഒരുമിച്ച് കൂടണം. ഇതുപോലെയുള്ള ഒരു കലാലയം ചുരുക്കം നമ്മുടെ ഇതുപോലെയുള്ളത്. ഞാൻ പറഞ്ഞു, ഞാൻ 100ഓളം കോളേജുകൾ, ഇന്ത്യയിലെ കോളേജുകളെ അസസ് ചെയ്തിട്ടുണ്ട്. SBയുടേതുപോലെയുള്ള ഒരു സംസ്കാരം അത് നിലനിർത്തുക എന്നുള്ള വിദ്യാഭ്യാസത്തിൽ നമുക്ക് ചെയ്യുന്ന കാര്യം. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ ഉള്ളവരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് സ്നേഹത്തോടുകൂടി കൊണ്ടുവരണം. രചയിച്ച് പറ്റുമെങ്കിൽ വീണ്ടും ചെയ്യുക, അല്ലെങ്കിൽ സംവിധാനം വേറെ സെറ്റപ്പ് ചെയ്യുക. പുതിയ ഭാരവാഹികൾ വന്ന് ബെൻസി വർഗീസ് തൊട്ടുള്ളവർ, മഞ്ജു, നിങ്ങൾ എല്ലാവരും കൂടെ ഉത്സാഹിച്ച് ഇനിയും ഒരു വർഷം 2 മീറ്റിംഗുകൾ നടത്തി അങ്ങനെ അങ്ങോട്ട് ശക്തി സംഭരിക്കാൻ ഇടയാകട്ടെ. നമ്മുടെ കലാലയം ഇന്നും ഭാരതത്തിൽ എടുത്തു നിൽക്കുന്ന ഒരു കലാലയമാണ്. വിദ്യാഭ്യാസത്തിൽ സംസ്കാരത്തിന് പ്രാധാന്യമുണ്ടെങ്കിൽ SBയുടേതും അസംഷന്റെയും സംസ്കാരം നിലനിർത്തുക എന്നത് ഒരു അഭിമാനമായി കരുതിക്കൊണ്ട് നമ്മുടെ SB അലുമിനി അസോസിയേഷൻസ് നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ അതിനെ ദൈവം തരും പ്രാർത്ഥിച്ചു ഞാൻ സമർപ്പിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു തോമച്ച ഫോർ ദ നൈസ് വേർഡ്സ്. അടുത്തതായി അക്കാദമിക് സെക്രട്ടറി ശ്രീ ഷൈൻ ചന്ദ്രശേഖർ ക്ഷണിക്കുന്നു ആശംസകൾക്കായി. അഭിമന്യ പിതാവ്, കേരളത്തിലെ പ്രഗത്ഭനായിരുന്ന IPS ഓഫീസർ തോമിജെ ലക്ഷൻ നിസ, മറ്റ് ബഹുമാനിയെ, പുതിയതായി ഭരണം ഏറ്റെടുത്ത ഈ അലുമിനിയുടെ പ്രസിഡന്റ്, അതുപോലെ വൈസ് പ്രസിഡന്റ് മഞ്ജു തോമസ്, പ്രസിഡന്റ് ജോസഫ് സാർ, മറ്റ് ബഹുമാന്യരെ, എൻ്റെ സഹോദരി SB കോളേജിൽ പഠിച്ച ആളാണ്. വർക്കലക്കാരനായ
എനിക്ക് ആ കോളേജുമായിട്ടൊരു ബന്ധമുണ്ട്. എൻ്റെ സഹോദരിയുടെ പേര് ദിവ്യ സിസേൻ എന്നായിരുന്നു. ഫിസിക്സിൽ റാങ്ക് ഉണ്ടായിരുന്നു MSc-ക്ക്. അപ്പോൾ ഞാൻ പുള്ളിക്കാരി അമേരിക്കയിലാണ്. ഞാൻ മെസ്സേജ് ചെയ്തു ഞാനിവിടെ പങ്കെടുക്കുകയാണ്. അപ്പം വളരെ വികാരപരമായാണ് അവൾ പ്രതികരിച്ചത്. എന്നെ ഞാനാക്കിയത് ആ കോളേജാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ആയിരങ്ങൾ പഠിച്ചിറങ്ങിയ കോളേജുകൾ, അഭിമാനപരമായ നിമിഷങ്ങളുണ്ടായ ക്യാമ്പസ് ഒരു വികാരമാണ്. പിതാവ് പറയുകയുണ്ടായി, നിങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളാണ് ആ കോളേജിൻ്റെ ശക്തിയും പ്രതീക്ഷയും. ഇനി വളർന്നു വരുന്ന സമൂഹത്തിന് പ്രതീക്ഷ നൽകേണ്ടത് ആ കലാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ലോകത്തെമ്പാടുമുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നിന്ന് ആ കലാലയത്തിനെ ഉണർത്തിയെടുക്കുവാൻ, പ്രചോദനമാക്കുവാൻ ഉണ്ടാവണം. കൂടുതൽ നീട്ടുന്നില്ല. അക്കാഫ് അസോസിയേഷൻ കേരളത്തിലെ 150 കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘങ്ങളുടെ അപ്പെക്സ് ബോഡിയാണ്. ദുബൈയിലെ അറിയപ്പെടുന്ന ഒരു സംഘടനയാണ്. ദുബൈ ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത സംഘടനയാണ്. നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. അഭിവാദ്യങ്ങൾ, ആശംസകൾ. താങ്ക് യു. താങ്ക് യു സർ. എല്ലാ ആശംസകൾക്കും ഒത്തിരി നന്ദി. അടുത്തത് ഓണറിംഗ് ഫൗണ്ടിംഗ് ലീഡർ ഓഫ് SB അലുമിനി UAE മിസ്റ്റർ മനോജ് M. ജോൺ ബൈ ആർച്ച് ബിഷപ്പ്. പ്ലീസ് കം ടു ദ സ്റ്റേജ്. നമ്മളൊത്തിരി കേട്ടിട്ടുണ്ട് SB കോളേജിൻ്റെ അലുമിനി വളരെ ഫേമസ് ആയിരുന്നു നേരത്തെ. എൻ്റെ ഫൗണ്ടിംഗ് ലീഡറായ മിസ്റ്റർ മനോജിനെ പൊന്നാട അണിയിക്കുവാനായിട്ട് പിതാവിനെ ക്ഷണിക്കുന്നു. താങ്ക് യു പിതാവേ. താങ്ക് യു മിസ്റ്റർ മനോജ്. അടുത്തത് ഓണറിംഗ് ഹിസ് ഗ്രേസ് മാർ തോമസ് തറയിൽ വിത്ത് എ മെമൻറ്റോ ബൈ അവർ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ സജി ഗോപി ആൻഡ് ജോയിന്റ് സെക്രട്ടറി മിസസ് നെറ്റി ജെയിംസ്. മെമൻറ്റോ സ്വീകരിക്കുവാനായിട്ട് പിതാവിനെ. താങ്ക് യു. അടുത്തത് വോട്ട് ഓഫ് താങ്ക്സ് മിസ്റ്റർ മാത്യു ജോൺ മാമ്മൂട്ടിൽ, ജനറൽ സെക്രട്ടറി. ആദരണീയനായ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, പ്രവാസി അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ തെജി പുത്തൻവീട്ടിൽ കളം, മുൻ പ്രിൻസിപ്പൽ ഫാദർ റംകുന്ദമർ വച്ചൻ, അക്കാഫ് സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഷൈൻ ചന്ദ്രസേനൻ, SB അസംഷൻ UAE ചാപ്റ്റർ അസോസിയേഷൻ പ്രസിഡന്റ് ബെൻസി വർഗീസ്, മഞ്ജു തോംസൺ, വേദിയിലും സദസ്യമുള്ള മറ്റു വിശിഷ്ടാതിഥികളെ, നന്ദി പ്രസംഗം എന്ന കർത്തവ്യമാണ് ഞാനിവിടെ നിർവഹിക്കുന്നത്. എല്ലാവരും വളരെ തിരക്കിലാണ്. അച്ഛന്മാരും നമ്മുടെ വിശിഷ്ടാതിഥികളെല്ലാം 6 മണിക്കോ 7 മണിക്കോ ഉള്ള ഫ്ലൈറ്റിൽ പോകേണ്ടതാണ്. ആദ്യമായി ഞാനിവിടെ നന്ദി പറയുന്നത് നമ്മുടെ ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പിതാവിനാണ്. ഞാനിവിടെ കേൾക്കുകയുണ്ടായി 1986 SB കോളേജിൻ്റെ അലുമിനി അസോസിയേഷൻ, കണക്കുകൾ ശരിയാണെങ്കിൽ UAE ആദ്യത്തെ ഫസ്റ്റ് അലുമിനി അസോസിയേഷൻ SB കോളേജിൻ്റെയാണ്. 86 മുതൽ ഇന്ന് 39ാമത്തെ വർഷം, നമ്മൾ 40ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 11 വർഷമായിട്ട് നമ്മളൊന്ന് സമ്മേളിക്കുകയോ നമ്മൾക്ക് യാതൊരു രീതിയിലുള്ള മീറ്റിങ്ങുകളോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഇരിക്കെ പ്രവാസി അപ്പോസ്തലറ്റിൻ്റെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളൊരു പ്രോഗ്രാം ഇന്നത്തെ ഈ വേദിയിൽ ബിഷപ്പ് ഇങ്ങനെ ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി, എന്തുകൊണ്ട് നമുക്ക് SBയുടെയും അസംഷൻ്റെയും അലുമിനി മീറ്റ് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്തുകൂടാ, റീആക്ടിവേറ്റ് ചെയ്തുകൂടാ എന്ന്. അതിൽ നിന്നൊരു കോർ കമ്മിറ്റി രൂപീകരിക്കുകയും പിന്നീട്
അതൊരു പല മീറ്റിങ്ങുകളായി. തറയിൽ പിതാവിൻ്റെ ആ ഒരു ദീർഘവീക്ഷണമാണ് ഇന്നത്തെ നമ്മളുടെ ഈ മീറ്റിംഗ്. ആദരണീയനായ തറയിൽ പിതാവിന് SP കോളേജിൻ്റെ അസംഷൻ കോളേജിൻ്റെ അലുമിനി മീറ്റിൻ്റെ UAE അലുമിനി മീറ്റിൻ്റെ വക നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഫാദർ തെജി പുത്തൻവീട്ടിൽ ക്ലബ്. ഇന്നത്തെ ഈ പ്രോഗ്രാം, പ്രവാസി അപ്പോസ്തലേറ്റിൻ്റെ ഈ പ്രോഗ്രാം, നമ്മൾ അലുമിനി അസോസിയേഷൻകാർ വളരെ തുച്ഛമായ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ഹോള്, ഓഡിറ്റോറിയം, ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, അവരുടെ എല്ലാവിധ സൗകര്യങ്ങൾ, ഈവൻ ചായ കടി വരെ അവർ തന്നെ തരുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇതെല്ലാം അറേഞ്ച് ചെയ്തതും ഇതിൻ്റെ എല്ലാം സ്പോൺസർ ചെയ്തതും പ്രവാസി അപ്പോസ്തലേറ്റാണ്. പ്രത്യേകമായി തെജി പുത്തൻവീട്ടിൽ ക്ലബ് അച്ഛനെ ഞാൻ നന്ദി പറയുന്നു. അടുത്തതായി മുൻ പ്രിൻസിപ്പൽ മെമ്പർ അച്ഛനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കുറച്ച് വർഷങ്ങളായി ഇത് വളരെ നിർജീവമായി കിടക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. അടുത്ത വർഷം 40ാമത്തെ വർഷം ദുബായിൽ ഒരു 2000 പേരോടുകൂടി ഒരു വലിയ അലുമിനി മീറ്റ് നമ്മൾ നടത്തുന്നതായിരിക്കും. തുടക്കത്തിൽ ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ ഒരു 25-30 പേരുള്ള വാട്സാപ്പ് ഗ്രൂപ്പ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ടാർഗറ്റ് 250-300 പേര്. ഇന്നലെ നമ്മൾ വാട്സാപ്പിൽ 300 പേര് ആയി. അപ്പോൾ അടുത്ത വർഷം നമ്മളൊരു 2000 പേരെ കൂട്ടി വൻ പരിപാടി ദുബായിൽ നടത്തുന്നതായിരിക്കും. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ SBയുടെ അസംഷൻ്റെയും പ്രസിഡൻറ്റ് ബെൻസി വർഗീസ് ആൻഡ് വൈസ് പ്രസിഡന്റ് മഞ്ജു തോമസൺ. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ മുതൽ തന്നെ ബെൻസി ചേട്ടനും മഞ്ജുവും എല്ലാ ആഴ്ചയിലും 1-2 ദിവസം നമ്മൾ ഓൺലൈനിൽ മീറ്റ് ചെയ്യുക, ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അവരുടെ നിസ്സീമമായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളിന്ന് ഈ ഒരു പരിപാടിയിൽ ഇത്രയും പേരെ പങ്കെടുപ്പിച്ചതും എല്ലാം തന്നെ. പ്രത്യേകമായി ബെൻസിക്കും മഞ്ജുവിനും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി 3 വ്യക്തികൾ അവരിന്നിതിലില്ല. ഒന്ന് ഫാദർ ആൻ്റണി എത്തക്കാട് അച്ഛൻ. ആദ്യ ദിവസം മുതൽ തന്നെ ഈ കഴിഞ്ഞ ആഴ്ച വരെ എല്ലാ രീതിയിലും ഓൺലൈൻ മീറ്റിങ്ങുകളിലും എല്ലാ രീതിയിലും വന്ന് നമ്മളുമായിട്ട് സംസാരിക്കുകയും ഇതിൻ്റെ എല്ലാ പ്ലാനിങ്ങിനും അറേഞ്ച്മെൻറ്റും നടത്തുകയും ചെയ്ത ഫാദർ ആൻ്റണി എത്തക്കാട് അച്ഛൻ, അതേപോലെ SP കോളേജിൻ്റെ പ്രിൻസിപ്പൽ അച്ഛൻ ടെഡി കഞ്ഞൂപ്പറമ്പിൽ അച്ഛൻ, അസംഷൻ കോളേജിൻ്റെ പ്രിൻസിപ്പൽ റാണി മരിയ തോമസ്, അതേപോലെ തന്നെ അക്കാഫിൻ്റെ ഷൈൻ ചന്ദ്രസേനൻ. അക്കാഫ് എന്ന സംഘടന കഴിഞ്ഞ കുറേ വർഷങ്ങളായി UAEയിലുള്ള എല്ലാ കോളേജ് അലുമിനി മീറ്റിനെയും ഒരു തള്ളക്കോഴി എങ്ങനെയാണ് കോഴിക്കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ എല്ലാ കോളേജ് അലുമിനി അസോസിയേഷനെയും കൂടെ കൂട്ടി പരിപോഷിപ്പിച്ച് നടത്തുന്നൊരു സംഘടനയാണ്. ഈവൻ നമ്മൾ 2 ആഴ്ച മുന്നെയാണ് അക്കാഫിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ SBL അസംഷൻ കോളേജ് അലുമിനി മീറ്റ് നമ്മളവിടെ രജിസ്റ്റർ ചെയ്തു. നമ്മളെ വിളിച്ച് ഒരു മീറ്റിങ്ങിനെ വിളിച്ച് നമുക്കൊരു പ്ലാറ്റ്ഫോം തന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന അക്കാഫ് അസോസിയേഷനും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരും സാധാരണ അലുമിനി അസോസിയേഷൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിയപ്പം ദുബായ് ആൻഡ് അബുദാബി മാത്രമേ ഇതുവരെ നടത്തിയിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് അജ്മാൻ, അബുദാബിയിൽ നിന്ന് ഒരുപാട് പേര് അജ്മാനിൽ എത്തിയിട്ടുണ്ട്, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇത്രയും ദൂരം ഇവിടെ എത്താനും ഇതൊരു ചെറിയൊരു പരിപാടിയാണ്, 2 മണിക്കൂർ പരിപാടിയാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ എല്ലാം സഹകരണം വളരെ വലുതാണ്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും SB അസംഷൻ അലുമിനി മീറ്റിൻ്റെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു മിസ്റ്റർ മാത്യു. അതുപോലെ അക്കാഫിൻ്റെ ഡയറക്ടേഴ്സായ മിസ്റ്റർ വിൻസൻ വലിയ വീട്ടിൽ ആൻഡ് മിസ്റ്റർ ഗിരീഷ് മേനോന്റെ മഹനീയ സാന്നിധ്യവും ഉണ്ടായിരുന്നു എന്നിവിടെ. അവർക്കും ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. നമ്മുടെ മധുരിക്കുന്ന ഓർമ്മകളിലേക്ക് ഒന്ന് തിരിച്ചു നടന്ന് നമ്മെ സ്പർശിച്ച ആ നിമിഷങ്ങളിലേക്ക് നടക്കുവാൻ ഒരു മെമ്മറി ഷെയറിംഗ് സെഗ്മെന്റ്, ഒരു ഇന്ററാക്റ്റീവ് സെഷൻ നമുക്കിവിടെ ഉണ്ട്. അത് നയിക്കുന്നത് മിസ്റ്റർ റോയ് റാഫേൽ ആൻഡ് മിസ് ഗീതയാണ്. പക്ഷെ പിതാവിന് പോകേണ്ടത് കൊണ്ട് നമ്മൾ ഇവിടെ
നാഷണൽ ആന്തത്തോടു കൂടി അവസാനിപ്പിക്കുന്നു. അതിനുശേഷം ആ സെഗ്മെന്റ് ഒരു അരമണിക്കൂർ കൂടി നിങ്ങൾ സഹകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तब शुभ नामे जागे तब शुभाशिष मागे गाहे तब जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. നമ്മുടെ മെമ്മറി ഷെയർ സെഗ്മെന്റിലേക്ക് മിസ്റ്റർ റോയ് റാഫേൽ ആൻഡ് ഗീതിയെ ലീഡ് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. ഹലോ. അപ്പൊ ഇനി എല്ലാവരും ബസ്സിലൊക്കെ ഒന്ന് അയച്ചിട്ട് നമുക്ക് പഴയ കോളേജിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ റോയൊക്കെ ഇവിടെ പേടിച്ച് നിൽക്കുകയാണ്. റോയെ പഠിപ്പിച്ച അച്ഛൻ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ചോദിച്ചാലോ പഴയ കാര്യങ്ങളൊക്കെ അച്ഛൻ പോകുന്നതിന് മുമ്പ്. നമുക്ക് നമ്മുടെ അതെ നമുക്ക് പരസ്പരം പരിചയപ്പെടുത്തുന്ന ഓരോ സെഗ്മെന്റ് ആണല്ലോ. എല്ലാവർക്കും പരിചയപ്പെടാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റാൻഡമായിട്ട് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ലിറ്റിൽ ക്രിസ്ത്യോതി പഠിച്ചതാണ്. പക്ഷെ നമ്മുടെ SP കോളേജിന്റെ എന്തെങ്കിലും ഒരു മെമ്മറി ഷെയർ ചെയ്യാവോ? ഹലോ, എല്ലാവരും തിരക്കാണ്. എൻ്റെ പേര് ലിറ്റിൽ ജെയിംസ്, കോയിപ്പള്ളി, വീട് വാഴപ്പള്ളിയിലാണ്. ഞാനിവിടെ ഇനോക്കിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ SP പഠിച്ചതിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ 2 വർഷം SP കോളേജിൽ പഠിച്ചിട്ടുള്ളൂ. ആ 2 വർഷവും എക്സാമിന് തലേദിവസം മാത്രമേ ഞാൻ ക്ലാസ്സിൽ എക്സാം അത് കാര്യങ്ങൾ. എനിക്ക് SPയുടെ ഏറ്റവും നല്ല മെമ്മറി എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുന്ന ലൈം ജ്യൂസും ആ ക്രീം ബണ്ണും ആയിരുന്നു. എനിക്ക് എപ്പോഴും അതാണ് എനിക്ക് ഭയങ്കര ബട്ടർ ബൺ. എപ്പോഴും നമ്മൾ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് അതിലെ കൂടെ ഒക്കെ കറങ്ങി അടിച്ച് ലൈബ്രറിയുടെ അതിലെ കൂടെ ഒക്കെ കറങ്ങി സിനിമയ്ക്കൊക്കെ പോയി ആ ഒരു 2 വർഷമാണ് ശരിക്കും ജീവിതത്തിൽ എൻജോയ് ചെയ്യുന്നത്. അതുകൂടാതെ ലിറ്റിൽ നമ്മുടെ പ്രീ ഡിഗ്രിയുടെ ലാസ്റ്റ് ബാച്ചിലായിരുന്നു. ഇവിടെ പ്രീ ഡിഗ്രിയുടെ ലാസ്റ്റ് ബാച്ചുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? കാരണം പ്രീ ഡിഗ്രി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മെമ്മറീസ് സമ്മാനിച്ച ഒരു കാലഘട്ടമാണ്. പിന്നെ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യാൻ ആർക്കെങ്കിലും മെമ്മറി ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മുടെ മെമ്മറി സെക്ഷനിലേക്ക് വരാം. ആരാണ് ഇപ്പം ഒരു മെമ്മറി പറയാനായിട്ട്? പേരെന്താണ്? എൻ്റെ പേര് അലക്സ് കീകാട്ടിൽ. ഞാൻ 86-89 ബാച്ചാണ് ഇക്കണോമിക്സ്. കുന്നുമറം അച്ഛനൊക്കെ എൻ്റെ ഗുരുവാണ്. ആ പ്രിയപ്പെട്ട ഗുരുവിനെ കാണാനൊക്കെ സാധിച്ചതിൽ വളരെ സന്തോഷം. എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്, എൻ്റെ മനസ്സിനെ എപ്പോഴും പ്രചോദനം നൽകുന്ന ഒന്ന് അത്തിക്കടവച്ചൻ്റെ ഒരു വാചക ശകലമാണ്. അത് ഇപ്രകാരമാണ്: തൂലിക ഏന്തും കരങ്ങളിൽ തൂമ്പ ഏന്തുകയോ. അത് എപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രചോദനമാണ്. കാരണം ഞങ്ങളെ കൂടുതലും ഈ SP കോളേജിലേക്ക് വരുന്നത് കർഷക കുടുംബത്തിൽ നിന്നും വരുന്ന കുട്ടികളായിരിക്കും. അവരെ കാർഷിക വൃത്തിയിലേക്കൊക്കെ കൂടുതൽ കൊണ്ടുവരാനായിട്ടൊക്കെ പ്രചോദനം നൽകുന്ന ഈ വാക്കുകളാണ്. അത് ജീവിതത്തിൽ ഞങ്ങളുടെ വ്യക്തികളായ ജീവിതത്തിലൊക്കെ നല്ല ഓർമ്മകളായിട്ട് അതാണ് തൂലിക എന്നും കരങ്ങളിൽ തൂമ്പ എന്നുകയും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ SP കോളേജിൽ ആൺകുട്ടികൾ മാത്രമേ പഠിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ പെൺകുട്ടികളെ ഒന്ന് ദർശിക്കണമെങ്കിൽ അത് അസംഷൻ്റെ മതിൽ ചാടണം. ഈ അസംഷൻ്റെ മതിൽ ചാടാനായിട്ട് ഒറ്റ ഒരു അവസരമേ ഉള്ളൂ, ഞങ്ങളൊരു സമരം സംഘടിപ്പിക്കണം. ഈ സമരം സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ വെളിയിൽ കൂടെ ചാടി അപ്പോഴത്തേക്കിന് അസംഷൻ കോളേജിൻ്റെ
പ്രിൻസിപ്പൽ സിസ്റ്ററെ ഗേറ്റ് അടച്ചു കളയും. ഗേറ്റ് അടച്ചു കളയുമ്പോൾ പക്ഷെ ഞങ്ങൾ ഗേറ്റ് കടന്ന് ചാടി അകത്ത് കടന്ന് അവിടെ സമരം പ്രഖ്യാപിച്ച് അവരെ കൂടെ അത് അവർക്ക് ഏറ്റവും സന്തോഷം. കാരണം ഞങ്ങൾ ഇവിടെ ഇൻക്ലാബ് സിന്ദാബാദ് കേൾക്കുമ്പോൾ അസംഷൻ കോളേജിലെ പെൺകുട്ടികൾ വളരെ താല്പര്യത്തോടുകൂടി ഞങ്ങളുടെ വരവ് കാത്തിരിക്കും. അത് ഞങ്ങൾക്ക് അതുകൊണ്ട് ആ കോളേജിൽ അങ്ങനെ അകത്ത് കയറി ഒരു പ്രകടനം കാഴ്ചവെക്കുവാനും അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുവാനും സാധിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് എൻ്റെ ഓർമ്മകൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇത്രയും മധുരമായ നല്ല ഓർമ്മകൾ പങ്കുവെച്ചതിന് ഒത്തിരി താങ്ക്സ്. ഞങ്ങളെ കൂടെ പുറകോട്ട് കൊണ്ടുപോയി. ആ സമരമൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞങ്ങളൊക്കെ മറന്നു കിടന്ന ഒരു കാലഘട്ടമായിരുന്നു. ശരിക്കും എസ് ബി കോളേജിലെ ആൺകുട്ടികൾ ഒരു സമരം ഉണ്ടാക്കാൻ കാത്തിരുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നതും സൗഹൃദം പുതുക്കുന്നതെല്ലാം തിരക്കിലാണ്. പിന്നെ നമുക്ക് നിങ്ങളെല്ലാവരും അവിടെ നമ്മുടെ രജിസ്ട്രേഷൻ വെക്കുന്നിടത്ത് ഒരു പെട്ടിയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ തരണമെന്നുണ്ടെങ്കിൽ അതിൽ ഇടാവുന്നതാണ്. ഇത്ര ഇതൊന്നുമില്ല. നിങ്ങളുടെ എന്താ പറയുന്നത് മനസ്സിന്റെ വലുപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് ഇടാവുന്നതാണ് കേട്ടോ. കൂടുതലും നമ്മുടെ സീനിയേഴ്സ് ഒക്കെ ഉണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരു ജൂനിയറാണ്. അപ്പം നിങ്ങളുടെ ഒരു മെമ്മറി ഷെയർ ചെയ്യുമോ ഞങ്ങളുമായിട്ട്? ഒരുപാട് മെമ്മറീസ് ഉണ്ട്. എനിക്ക് യൂണിവേഴ്സിറ്റി യൂണിയനിൽ അസംഷനിലായിരിക്കുമ്പോൾ പോകാൻ പറ്റിയിട്ടുണ്ട്. CSMലും അതിനോട് ബന്ധപ്പെട്ട് SB കോളേജിലൊക്കെ ഒത്തിരി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അസംഷൻ്റെ ആ ഒരു സ്മെല്ല് തന്നെ ഭയങ്കര ഡിഫറെൻ്റാണ്. കൂളറിൻ്റെ അവിടെ ക്യാൻറ്റീൻ്റെ അവിടെ പോകുന്ന ആ സ്മെല്ല് തന്നെ ഒരു എന്താണ് അതിനൊരു കാലഘട്ടത്തിൽ ആ കൂളറൊക്കെ ഉണ്ടല്ലേ അവിടെ. ആ ഒരു സ്മെല്ല് അത് വേറെ എവിടെയും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. ആ കൂളറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ സാധാരണ ക്ലാസ് ഒക്കെ ബങ്ക് ചെയ്തിട്ട് പോകുന്ന ഒരു സൈഡാണ് കൂളറ്. അപ്പോൾ SBയിലെ ഒരു ഓർമ്മയും കൂടെ പറഞ്ഞു കൂട്ടത്തിൽ. ആദ്യമേ ചോദിച്ചു കൈപ്പൊക്കെയായിരുന്നു. പുറകോട്ട് തിരിഞ്ഞു വന്നാൽ ഞാൻ കാണാനാണ്. ഞാൻ ലിറ്റലിൻ്റെ കൂടെ ലിറ്റലിൻ്റെ കോളേജ് ലാസ്റ്റ് വെച്ചാണ്. എനിക്ക് മെമ്മറിയേക്കാൾ കൂടുതലായിട്ടൊരു വിഷമമാണ് പറയാനുള്ളത്. നമ്മൾ SB കോളേജിൽ വന്നപ്പോഴത്തേക്കും അവിടെ രാഷ്ട്രീയം നിർത്തിയായിരുന്നു. ഇവർ പലരും മന്ത്രിയാടിയ കഥയൊക്കെ പറഞ്ഞിരുന്നു. രാഷ്ട്രീയമൊക്കെ കളിച്ച് കുറച്ച് അലമ്പായിട്ടൊക്കെ നടക്കാമെന്ന് വിചാരിച്ച് വന്ന സമയത്താണ് 2 വർഷങ്ങൾക്ക് മുമ്പ് SB കോളേജിൽ രാഷ്ട്രീയം നിർത്തിയത്. ഞങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കാൻ പറ്റിയില്ല. എന്നാലും രാഷ്ട്രീയം കളിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റി. രാഷ്ട്രീയം കളിച്ചിരുന്ന ചിലപ്പോൾ ഇതിൻ്റെ വേറെ ലെവലിലായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇവിടെ നിന്ന് വരാനും നിങ്ങളെയൊക്കെ കാണാനും സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു പുനർജീവനം നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാനും SB ആൻഡ് അസംഷൻ്റെ അലുമിനി അസോസിയേഷൻ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുമ്പോട്ടേക്ക് വരുവാനും സമൂഹത്തിനും കുടുംബങ്ങൾക്കുമൊക്കെ നല്ലൊരു പുതിയ ദിശാബോധം ലഭിക്കാനും ഒക്കെ ആയിട്ട് സർവീസിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജസ്റ്റ് തുടക്കം മാത്രമാണ് കേട്ടോ. കാരണം ഇനി നമുക്ക് എല്ലാവർക്കുമായിട്ട് ഒരു ചെറിയ ഔട്ടിങ്ങോ ഒരു റിസോർട്ടിലൊക്കെ പോവുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. കാരണം ഇങ്ങനെയാണ് എല്ലാവരും തമ്മിൽ പരിചയപ്പെടുന്നത്. നമ്മൾ ഒരേ നാട്ടുകാരാണ്. ഇതിൽ 100% പേരും ചങ്ങനാശ്ശേരിക്കാരാണ്. ഒരേ വൈബുള്ളവര്, ഒരേ കോളേജിൽ പഠിച്ചവര്. അപ്പം നമുക്ക് ഈ അലൂമിനി നമുക്ക് ഇതിനെക്കാട്ടിലും ഇത് ജസ്റ്റ് വെറുതെ ഒരു ചെറിയ തുടക്കം മാത്രമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അസംഷനിന്നല്ലേ അസംഷനിൽ നമുക്ക് ഒരാൾ വന്നിട്ടുണ്ട്. പേരെന്താണ്? വിജി റെജി. ഏത് ഇയറാണ്? 87. ജംസറിനുള്ള ടീച്ചറാണ്. ഓക്കെ. അപ്പൊ ഒരു മെമ്മറി പറയാമോ? ആ ഒരു കാലഘട്ടത്തിലെ മെമ്മറീസ് അസംഷൻസ്. ഭയങ്കര ത്രില്ലായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ റയറായിട്ടായിരുന്നു പിന്നെ ക്യാൻറ്റീനിൽ പോയി ഭൂരിഭാഗം ഐസ്ക്രീം. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഭൂരിഭാജി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു എക്സ്ട്രാ ഒരു കട്ട്ലറ്റ് കൂടെ കിട്ടുമായിരുന്നു. ഞങ്ങൾ കുറച്ച് പോകുന്ന ബസ് യാത്ര. ഞങ്ങളുടെ ബസ് 414 ഞങ്ങളുടെ ബസ്.
പേരും ഒരേപോലെ ഒരേ സ്നേഹത്തോടുകൂടി അത് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ലാതെ ഒരേപോലെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ക്ലാസ്സിലെടുത്ത സാറ് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു പിള്ളേരുടെ പേര് എൻ്റെ വീട്ടിലെ പിള്ളേരെ മൂന്നയാൾ സജി, ഞാൻ ബിജി, പിന്നെ ജോജി രാജ്. പക്ഷെ അച്ഛൻ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പിള്ളേരുടെ പേര് സജി, ബിജി, കിജി, കുജി. അച്ഛൻ ഒന്നും വിചാരിച്ചായിരുന്നു പറഞ്ഞത്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് മൊത്തം ചിരിച്ചു. നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും പേര് അച്ഛനെന്ന് പറഞ്ഞല്ലോ. അച്ഛനെ പേഴ്സണലായിട്ട് അറിയത്തോലുമില്ല. പക്ഷെ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു തമാശയായിട്ട് തോന്നുന്ന കാലഘട്ടമായിരുന്നു. നല്ലൊരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ കോളേജ് ജീവിതം. ഞാൻ പഠിച്ചത് ഒരു കോമൺ സ്കൂളിലാണ്, അസംഷൻ കോളേജിലെ ലൈഫ് ഡിഫറെൻ്റായിട്ട് തോന്നിയില്ല. പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ പോയപ്പോഴാണ് മിക്സഡ് കോളേജിൽ പഠിച്ചത്. വീട്ടിലും മിക്സഡായിരുന്നു. അതായത് ഒരു വേറെ ഒരു ലൈഫായിട്ട് തോന്നിയത്. നല്ലൊരു സന്തോഷകരമായ അനുഭവമായിരുന്നല്ലേ? നമുക്ക് കുറച്ച് ബാക്ക് ബെഞ്ചേഴ്സിനെ പിടിച്ചാലോ? ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഏത് ഇയർ ആയിരുന്നു? 93 ബാച്ചായിരുന്നു. പ്രീ ഡിഗ്രി, ഡിഗ്രി, പ്രീ ഡിഗ്രി. ഗ്യാങ്ങിനെ എല്ലാവരും പേര് വിളിച്ച് വിളിക്കുക. നമുക്ക് എല്ലാവരും റെഡിയാക്കി കൊടുക്കാം. അതെ, നമ്മുടെ പഞ്ചാരമുക്ക്. ആ, ഇടവഴിയുടെ പേരാണ് പഞ്ചാരമുക്ക്. ഓർമ്മയുള്ളവരൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ. നമുക്ക് ഇനി എല്ലാവർക്കും നമുക്ക് കണ്ടുമുട്ടാം. നമുക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കി കൊടുക്കാം എല്ലാവർക്കും ഈ ഒരു റീയൂണിയൻ. ഓക്കെ, താങ്ക് യു. കുറെ ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ട്. ഞാനൊന്ന് ബാക്ക് ബെഞ്ചേഴ്സിനെ പിടിക്കാമെന്ന് നോക്കട്ടെ. ഒരു മെമ്മറി പറയാം. ഫുൾ മെമ്മറീസ് ആണ്. കുറച്ച് മെമ്മറീസ് അങ്ങോട്ട് പോട്ടെ. ഓക്കെ, രണ്ടുപേരും ഇല്ല. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് അടുത്ത നമ്മുടെ യൂണിയന് കൊണ്ടുവരാം. ഓക്കെ, ഞങ്ങളുടെ സമയത്ത് ആകെ പൂരി ബജിയും ഒരു കട്ട്ലറ്റ് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെയൊക്കെ സമയത്ത് എന്തൊക്കെ ഉണ്ട്? അടിപൊളിയായി. ഓക്കെ ഓക്കെ. ഞങ്ങളുടെ സമയത്തൊക്കെ കുറെ ക്ലാസ് കട്ട് ചെയ്ത പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സമയത്തോ? ഇല്ലല്ലേ? പി ജി ആയിരുന്നു. ഓക്കെ, ഇല്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അതെ, റോയി 2-3 പേരെ പിടിച്ചേ. നിങ്ങളുടെ പ്രായത്തിലുള്ള കുറച്ച് പേരൊക്കെ പിടിച്ചേ. ഞങ്ങളുടെ യങ്ങർ ജനറേഷനിലെല്ലാം കഴിഞ്ഞു. ആ ഒട്ട സമയങ്ങളെല്ലാം. ഓക്കെ, എന്നാലും റോയിയുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. മാത്യു ഇങ്ങോട്ട് വന്നേ. പഞ്ചാരമുക്കിനെ കുറിച്ച് 2 വാക്ക് മാത്യു നിങ്ങളോടെല്ലാം പറയുന്നതായിരിക്കും. എന്നാലും പഞ്ചാരമുക്കി കണ്ട് പരിചയമുണ്ടല്ലോ. എനിക്ക് നല്ല പരിചയമുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു പഴയ എന്നാലും 2 വാക്ക് പറ. പേരെന്താണ്? എൻ്റെ പേര് ജെയിംസ്. പ്രീ ഡിഗ്രിയുടെ ബാച്ച് തീരുന്നതിന് മുമ്പുള്ള ഒരു ബാച്ചിലായിരുന്നു. സെക്കൻഡ് ലാസ്റ്റ് ബാച്ച്. ഓക്കെ, നമ്മളൊക്കെ ഒരേ ബാച്ചാണ്. അല്ല, എന്നാലും ഒരു മെമ്മറി ഒന്ന് പങ്കുവെച്ചേ. അപ്പൊ നമ്മുടെ കാലഘട്ടത്തെ ഒരു മെമ്മറി എനിക്ക് കേൾക്കാനോ? ഞങ്ങളുടെ മെമ്മറി കൂടുതൽ സ്റ്റോൺ ബെഞ്ചിനെ ചുറ്റിപ്പറ്റിയാണ്. അവിടെ പ്രീ ഡിഗ്രി സമയത്ത് ക്ലാസ്സിലേക്കാരും കൂടി സൈറ്റിലായിട്ടായിരുന്നു. അവിടെ നിന്നാണ് പ്ലാനുകൾ, ഓരോ ദിവസത്തെ പ്ലാനുകൾ. എനിക്ക് വയ്യ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? ഓക്കെ, പിന്നെ ഇനി ആരാണ്? ഓക്കെ, പേരെന്താണ്? ജിനു മറിയം. ഓക്കെ, ഏത് ഇയറാണ്? 91-95. ഓക്കെ ഓക്കെ. പശുമതി, യെസ്, ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴാണ് ഓരോ മെമ്മറീസ്.
അവിടുത്തെ ചെയർമാൻ ആയിരുന്നു. വൈസ് ഹോസ്റ്റലിലായിരുന്നോ? വെരി ഗുഡ്. സിസ്റ്റർ മാർട്ടിൻ ഉണ്ടായിരുന്നോ നിങ്ങളുടെ കാലഘട്ടത്ത്? ജിയോ മരിയ. ഓക്കെ. കൊച്ചിരസ്യ. ഓക്കെ. മധുരയ്ക്കുന്ന നിറയെ ഓർമ്മകൾ തന്ന ഒരു കലാലയമാണ് അല്ലേ? ഓക്കെ. അപ്പം താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. റോയി എപ്പോ നോക്കിയാലും പരിപ്പ് വട, ഏത്തയ്ക്കാപ്പം, ഇനി ഒരു കേക്ക് കൂടെ. എന്റെ പൊന്നു റോയി, ഇവരെയൊക്കെ ഒന്ന് സംസാരിക്കൂ. പേരെന്താണ്? അല്ല എന്നാലും പേര് പറ. ലേന. എന്നാലും എന്താ പറ, എന്താ ചെയ്യുന്നത്? ആ